ചരിത്രം നമ്മൾ പറയേണ്ടത് ഏകദേശം 20-30%. ബാക്കി ഏകദേശം ഒരു 40% ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംവദിക്കേണ്ടത്. ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. ബാക്കി വരുന്ന 40% നമ്മൾ സംസാരിക്കേണ്ടത് നാളെ നമ്മൾ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണം, അതെങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ചാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർത്തിയാകുന്നത് അവിടെയാണ്. ചരിത്രം പറഞ്ഞ് മാത്രം ഇരുന്നാൽ നമ്മൾ ചരിത്രത്തിൽ ഒതുങ്ങിപ്പോവും. അത് 20% പറയാവൂ. ബാക്കി 40% ഇന്നത്തെ അവസ്ഥകളെ തുലനം ചെയ്യാനുള്ളതാണ്. നമുക്കത് പറഞ്ഞ് തുടങ്ങാം. ഇന്നത്തെ അവസ്ഥ പുതിയ ജനറേഷൻ്റെ, എല്ലാ കാലത്തും പുതിയ ജനറേഷനുണ്ട്. ആ പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ, ന്യൂജൻ എന്ന് വിളിക്കുമ്പോൾ, ഞാൻ 80s-ലെ 90s-ലെ ന്യൂജനാണ്. എല്ലാ കാലത്തും ന്യൂജനുണ്ട്, അല്ലാതെ ഈ 2024 മാത്രമല്ല ന്യൂജനുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജനൊരു പ്രത്യേകതയുണ്ട്. അവർ പ്രീ ഗ്യാങ് സ്റ്റേജ് കഴിഞ്ഞ് ഗ്യാങ് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ കുടുംബത്തിൻ്റെ സംവിധാനങ്ങളെ അത്രമാത്രം ആഴത്തിൽ അറിയാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടാകും. പക്ഷെ ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്, നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ടല്ലോ, ഓരോ മതക്കാർക്കും അതിൻ്റെ വിശ്വാസങ്ങളുണ്ടാകും. ഏകം സതിപ്രാഹ ബഹുദാ വദന്തി, ഏകം സതിപ്രാഹ ബഹുദാ കൽപ്പയന്തി എന്നാണ്. ഏകമായിട്ടുള്ളതിനെ പലതായി ഗണിക്കുന്നു, ഏകമായിട്ടുള്ളതിനെ നമ്മൾ പലതായി വിശദീകരിക്കുന്നു എന്നതാണ്. ഹൈന്ദവ മിത്തോളജിയിൽ പോലും ഏകം സതിപ്രാഹ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഏകമായിട്ടുള്ളതിനെ പലതായി നമ്മൾ ഗണിക്കുന്നു എന്നതാണ്. ആ ഒരർത്ഥത്തിൽ നമ്മൾ വിശ്വസിച്ചു പോരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ജഗനിയന്താവായ തമ്പുരാൻ, ആ തമ്പുരാൻ്റെ മൂല്യങ്ങളോട്, അവൻ നമ്മളോട് നിഷ്കർഷിച്ചിട്ടുള്ള ഓരോ വിവക്ഷകളോട് വിദൂരത്തായി പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യമായി നമ്മൾ പരിഗണിക്കേണ്ടത്. ആ ഒരു പ്രാമാണികതയിൽ നിന്നുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന ശക്തിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം ബിലീഫ് സിസ്റ്റത്തെ ശക്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. രണ്ടാമതായി നമുക്കുണ്ടാകേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റോൾ മോഡൽസിൻ്റെ ഓരോ പ്രദർശനങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. ഞാൻ നിങ്ങളുടെ ഫാനാണ് എന്നൊക്കെ പല ആൾക്കാരും പലരെക്കുറിച്ച് പറയാറുണ്ട്. നമുക്കാകെ ഒന്നേ ഫാനായിട്ടുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുവർത്തിച്ചു പോരുക എന്നതാണ്. ബാക്കിയെല്ലാം ഉപോത്ബലകങ്ങളാണ്. ലക്ഷ്യമൊന്നു മാത്രമാണ്, അള്ളാഹുവിലേക്ക് എത്തുക. അതിൻ്റെ റോൾ മോഡൽ ഒന്ന് മാത്രം, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. ആ ഒരു ഫിലോസഫിയിൽ നിന്നുകൊണ്ട്, ആ ഒരു ആഴത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രയും വളരാം, ഏത് ലോകത്തേക്ക് നമുക്ക് പോകാം. അതായിരിക്കണം നമ്മുടെ. ഇവിടെ ഇപ്പോൾ ഡോക്ടേഴ്സിനെ ആദരിച്ചു എന്ന് പറഞ്ഞു. അവർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പക്ഷേ MBBS കഴിഞ്ഞ് PGയും അവിടെ നിന്ന് തന്നെ കഴിഞ്ഞ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ക്യാമ്പസിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് സത്യത്തിൽ എന്താക്കുന്നത്, ഈ ആദരം ഏറ്റുവാങ്ങുന്നത്. പക്ഷെ ഇനിയുള്ള തലമുറയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ തലമുറ പോകേണ്ടത് അതിനേക്കാൾ വലിയ സ്ഥലത്തേക്കാണ്. അല്ലാതെ പഴമയുടെ ചരിത്രം പറഞ്ഞ് എൻ്റെ ഉപ്പാപ്പാക്കൊരു ആണുണ്ടായിരുന്നു എന്ന് പറയുന്ന കഥ പോലെ കഥ പറഞ്ഞിരിക്കാനുള്ളതല്ല നമ്മളും ചരിത്രത്തിൻ്റെ ഭാഗമാവുക എന്നതാണ്. നെക്സ്റ്റ് ജനറേഷനെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകണമെന്ന ചിന്തയായിരിക്കണം ഇത്തരം കുടുംബ സംഗമത്തിലൂടെ ആദ്യമായി ഉണ്ടാകേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഫോണിൽ അമീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഒരു സാധാരണ ഉസ്താദിൻ്റെ മകളാണ്. 4 പെൺമക്കളടങ്ങുന്ന ഒരു കുടുംബത്തിലെ, ചിലപ്പോൾ നിങ്ങൾ അറിയുമായിരിക്കാം. അമീന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഏതോ പ്രസംഗത്തിൽ കേട്ടതുപോലെ ആ കുട്ടി MBBS കഴിഞ്ഞ് ജസ്റ്റ് ഒരു എക്സാമിനേഷൻ എഴുതി വെക്കുകയാണ്. ആ എക്സാമിനേഷൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശനമായിരുന്നു. ഞാനിതിവിടെ പറയാൻ കാരണം, ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ച ഡോക്ടേഴ്സും ഭാവിയിൽ ഈ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന ഒരു വല്ലാത്ത സ്വപ്നം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനതിന് അമീന എന്ന് പറയുന്ന പെൺകുട്ടിയെ മുമ്പിൽ വെക്കുന്നത്, ആ കുട്ടി കൊണ്ടോട്ടിക്കാരിയാണ്, മലപ്പുറത്തുകാരിയാണ്. ആ മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു സാധാരണ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു ഉസ്താദിൻ്റെ മകളായി MBBSന് കേവലം 30,000 രൂപ കൊടുത്തിട്ടാണ് പഠിച്ചത്. നമുക്കറിയാം, ഡോക്ടേഴ്സിന് പ്രത്യേകിച്ചും അറിയാം, എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്കറിയാം. അതേ കുട്ടി ഒന്നുകൂടി ഗ്രേഡ് കൂടിയിരുന്നുവെങ്കിൽ, നീറ്റിന് ഒന്നും കൂടി റാങ്ക് കൂടിയിരുന്നുവെങ്കിൽ പഠിക്കേണ്ടുന്ന സ്ഥാനം അത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജായിരുന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു വർഷത്തെ ഫീസ് 30,000 രൂപ മാത്രമാണ്. ഇനി അതേ കുട്ടി ഒന്നും കൂടി ഉഗ്രമായി പഠിച്ച് നീറ്റിൽ ഒന്നും കൂടി സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന സ്ഥലം എയിംസാണ്. എയിംസ് പ്രത്യേകിച്ചും ഡൽഹിയാണ്. ഒരുപാട് എയിംസുകളുണ്ട്, അതിൽ എയിംസ് ഡൽഹി. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എയിംസിൽ കിട്ടിയാൽ, ഏത് എയിംസിൽ കിട്ടിയാലും ഒരു വർഷത്തിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന ഫീസ് 1500 രൂപയാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞങ്ങളടുത്ത് പൈസയുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. പൈസ കൊണ്ട് നേടാവുന്നതല്ല ഈ ലോകത്തിലെ എല്ലാ സ്ഥാനങ്ങളും.
നിങ്ങൾക്ക് കോടാന കോടി കയ്യിലുണ്ടായാലും 1000 കോടി അല്ലെങ്കിൽ 10,000 കോടി കയ്യിലുണ്ടായാലും സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷ പാസ്സാക്കാൻ കഴിയില്ല. ഇതുവരെ കഴിയില്ല. ഇനി രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയില്ല. നിങ്ങളുടെ കയ്യിൽ 1000 കോടി രൂപയുണ്ടായാലും നിങ്ങൾക്ക് എത്തേണ്ടുന്ന സ്ഥാനത്തേക്ക് എത്താൻ സമ്പത്ത് മതിയാകാതെ വരും. അതിനുമപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ളൊരു പ്രഭാവത്തിലൂടെ നമ്മൾ പോകണമെന്നാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ത്രീ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റണം. സ്പീച്ച് കേട്ടിട്ട് അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് ആ കുട്ടി അറിയുന്നു. ആരുടേതുമാകട്ടെ സ്പീച്ച്, നമ്മളെ നിങ്ങൾ വിട്ടേക്കില്ല. പക്ഷേ ഹാർവാർഡ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ സെന്ററിൽ മലപ്പുറത്ത് നിന്ന് എക്സാം എഴുതിയാൽ കഴിയുമെന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നു. അങ്ങനെ എക്സാമിനേഷൻ എഴുതുന്നു. കോടികൾ സ്റ്റൈപ്പൻഡ് കൊടുക്കേണ്ടുന്ന യൂണിവേഴ്സിറ്റികൾ അഥവാ ഫീസ് കൊടുക്കേണ്ടുന്നത് സ്റ്റൈപ്പൻഡായിട്ട് കൊടുക്കുന്നു. ഇതേപോലെ എൻ്റെ മൊബൈലിൽ ഒരു കുട്ടിയുണ്ട്, ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട് ആ കുട്ടിയെ. ആ കുട്ടി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതിയതാണ്. പാപം നമ്മുടെ ലക്ഷദ്വീപിലെ കുട്ടിയാണ്. പക്ഷേ ആ ലക്ഷദ്വീപിലെ കുട്ടിക്ക് ആ യൂണിവേഴ്സിറ്റി കൊടുത്തത് പഠിക്കാൻ മാത്രം 2 കോടി രൂപയാണ്. സിനാൻ എന്നാണ് അവൻ്റെ പേര്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾ ഇനി ഉയരേണ്ടെങ്കിൽ, ഇനി ഉയരണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഉയരേണ്ടത് എങ്ങനെയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സമ്പത്തിനേക്കാളും അപ്പുറത്തേക്ക് ആ കുട്ടിയുടെ ബുദ്ധിപരതയെ എത്തിക്കുക എന്നത്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബം എന്നറിയപ്പെടുന്നത് നെഹ്റു കുടുംബവും പട്ടാൻസ് കുടുംബവും ഖാൻ കുടുംബവും ഗാന്ധി കുടുംബവും റെഡ്ഡി കുടുംബവും ഒക്കെയാണ്. പട്ടാൻസ് കുടുംബമൊക്കെ അതിൽ വരുന്നു. ആ കുടുംബക്കാരൊരിക്കലും, അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, ആ കുടുംബക്കാരൊരിക്കലും ചെറിയ രീതിയിലുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് അവർക്ക് ശീലിക്കാറില്ല. അതുകൊണ്ടാണ് പഴയകാലം മുതലേ പ്രതാപമുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് ആ കുട്ടികളെ പറഞ്ഞു വിട്ടത്. ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രതാപമുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക്, ടോപ്പ് 10 യൂണിവേഴ്സിറ്റിയിലെത്തുക എന്നത്. കോട്ടയത്തെ ചോർന്നൊലിക്കുന്ന സ്കൂളിൻ്റെ മൂലയിലിരുന്ന് 5 പൈസ കയ്യിലില്ലാതെ ഒരു കുട്ടി സ്വപ്നം കാണും, കോട്ടയത്ത് വെച്ച്. ആ കുട്ടി സ്വപ്നം കണ്ടത് അന്ന് ഡോക്ടർ അംബേദ്കർ പഠിക്കുന്ന ക്യാമ്പസിലെത്തണമെന്നാണ്, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെത്തണമെന്നാണ്. ചരിത്രം നമുക്കറിയാം. കോട്ടയത്താണ് ചോർന്നൊലിക്കുന്ന സ്കൂളും ചോർന്നൊലിക്കുന്ന വീടുമാണ്. തൻ്റെ ഏകദേശം 15ാമത്തെ വയസ്സ് വരെ കരണ്ട് എന്തെന്ന് വീട്ടിൽ കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് അംബേദ്കർ പഠിക്കുന്ന ക്യാമ്പസിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം അംബേദ്കറും താഴ്ന്ന ജാതിക്കാരനാണ്, മഹറ കുടുംബക്കാരനാണ്, അതോടൊപ്പം സാമ്പത്തികപരമായി ബാക്കിലാണ്. എന്നിട്ടും അവിടെ എത്തി എന്നതുകൊണ്ട് അങ്ങനെ ഈ കുട്ടിയും മോഹിക്കുന്നു. ആ കുട്ടി ആ ഒരു സ്വപ്നം തൻ്റെ സുഹൃത്തിനോട് പറയുന്നു. അരികിൽ പഠിക്കാനിരിക്കുന്ന ജോൺ എന്ന് പറയുന്ന കൂട്ടുകാരനോട് പറയുന്നു. ആ ജോൺ കളിയാക്കി ചിരിക്കുന്നു. ജോണിൻ്റെ കളിയാക്കി ചിരിക്കലാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിരിച്ചത് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. അതേ പയ്യൻ ഇതേ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പോയി പഠിക്കുന്നു. ഡോക്ടർ അംബേദ്കർ എവിടെയാണോ പഠിച്ചത്, എവിടെ പഠിച്ചിട്ടാണോ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഉണ്ടാക്കിയത്, അതേ ക്യാമ്പസിലേക്ക് ഈ പറയുന്ന മോനും പോവാൻ. ആ ക്യാമ്പസിൽ നിന്ന് തിരിച്ചെത്തി കേരളത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക്, ഇന്ത്യയുടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി. അദ്ദേഹം വലിയ ഉയരങ്ങളിലേക്ക് എത്തി. ആ ക്യാമ്പസിൽ നിന്ന് പഠിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ശേഷമുള്ള ഉയരങ്ങൾ പിന്നെയും. അവസാനം ഇന്നേ വരെ കേരളക്കരയിൽ നിന്ന് ഒരാൾ മാത്രമേ നമ്പർ 1 സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന പേര് കിട്ടിയിട്ടുള്ളൂ. അത് ഈ പയ്യനാണ്. ആ പയ്യൻ്റെ പേരാണ് ഡോക്ടർ KR നാരായണൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്തിനേക്കാൾ ഉയർന്നു പോകുന്നത് ഒരു കുട്ടിയുടെ തല കൊണ്ടാണ്, ഒരു കുട്ടിയുടെ വിശേഷമാക്കപ്പെട്ട ബുദ്ധി കൊണ്ടാണ്. ആ ബുദ്ധിയുടെ വൈഭവത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ എത്തിക്കുകയും നമ്പർ 1 എഡ്യൂക്കേഷനായി ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ദൗത്യം വിദ്യാഭ്യാസപരമായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ കുടുംബം പിന്നെയും മുന്നോട്ട് പോകുന്നു. എനിക്കറിഞ്ഞുകൂടാ, ഇന്ന് നിങ്ങളിവിടെ അവാർഡ് കൊടുത്തപ്പോൾ ഹാർവാർഡിൽ പഠിച്ച ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവാർഡ് കൊടുത്തുവോ? ഇന്ന് നിങ്ങളിവിടെ അവാർഡ് കൊടുത്തപ്പോൾ ഓക്സ്ഫോർഡിൽ പഠിച്ച ഏതെങ്കിലും ഒരു കുട്ടിക്ക് നിങ്ങൾ അവാർഡ് കൊടുത്തുവോ? നിങ്ങളിവിടെ അവാർഡ് കൊടുത്തപ്പോൾ കാംബ്രിഡ്ജിൽ പഠിച്ച ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് കൊടുത്തുവോ? കൊടുത്തെങ്കിൽ നല്ലത്. അതിനെ ഞാൻ മഹത്വവൽക്കരിക്കല്ല. ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസ് എന്നും ടോപ്പ് 10 തന്നെയാണ്. ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം എത്രയെന്ന് ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ പഴയ വിദ്യാർത്ഥിയാണ്. എന്നാലും പറഞ്ഞോട്ടെ, ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. 1000ങ്ങൾക്ക് താഴെയാണ് കിടക്കുന്നത്. എല്ലാ അഭിവാദ്യങ്ങളും എൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. എന്നാലും പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നമ്മുടെ ഈ പൈതൃകത്തിനെ നിലനിർത്താൻ കുട്ടികളെ ഉയർത്തിക്കൊണ്ടു പോകേണ്ടതാണ്. ഇന്നിവിടെ ഒരു പക്ഷേ ദീനീ കുടുംബം എന്ന് പറയുമ്പോൾ, ആ ദീനീ കുടുംബം എന്ന് നമ്മൾ വാഴ്ത്തി പറയുമ്പോൾ, നമ്മൾ സ്നേഹിക്കുന്ന കുടുംബമായതുകൊണ്ട് പറഞ്ഞോട്ടെ, എത്ര ഹാഫിലിങ്ങളെ നിങ്ങൾ ഇന്നിവിടെ ആദരിച്ചു എന്നത് ഒരു ചോദ്യമാണ്. ഉണ്ടെങ്കിൽ അത് നല്ലത്. എത്ര നല്ല നല്ല പണ്ഡിതന്മാരെ, ഈ പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ
കേവലമായിട്ട് പഠിച്ചവരെന്ന് നമുക്ക് തോന്നരുത്. വിശുദ്ധ ഖുർആന്റെ പഠനത്തോളം എത്തില്ല വേറൊരു പഠനവും. അതുകൊണ്ട് തന്നെ അത് പഠിച്ചവരെ എത്രമാത്രം നമ്മൾ ആദരിച്ചു എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനോട് ആദരിച്ചു, എല്ലാ അഭിവാദ്യങ്ങളും. നിങ്ങളുടെ ഡോക്ടേഴ്സിന് അഭിവാദ്യങ്ങൾ, നിങ്ങളുടെ എഞ്ചിനീയേഴ്സിന് അഭിവാദ്യങ്ങൾ. CA എന്ന് പറയുന്ന പരീക്ഷ പാസ്സാകാൻ 2 മെയിൻ റൂട്ടിലൂടെ പോകേണ്ടുന്ന CA പരീക്ഷ പാസ്സായവർ ഈ കൂട്ടത്തിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ഇങ്ങനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയവർ ഈ കൂട്ടത്തിലുണ്ട്. ബിസിനസ് പരമായി ഒരുപാട് ഉയർന്നവരുണ്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥിയുണ്ട്, അവൻ ദുബായിലെ മാർക്കറ്റിൽ ഇരുന്നിട്ട് അവൻ ചെയ്യുന്നത് ഓൺലൈൻ ട്രേഡിംഗ് ആണ്. ഓൺലൈൻ ട്രേഡിംഗ് നല്ല പോലെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. അതിൻ്റെ ഹറാമും ഹലാലും നോക്കിയിട്ട് ചെയ്യണം. പക്ഷേ ഡെയിലി 100 കണക്കിന് കിലോ, അതേപോലെ തന്നെ അതിൻ്റെ താഴെയായി ഡയമണ്ട്സും അവനിരുന്ന് കൈകാര്യം ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് കൊണ്ടാണ്. പുതിയ വിദ്യാഭ്യാസം അങ്ങനെയാണ്, പുതിയ കച്ചവടം അങ്ങനെയാണ്. പഴയ കാലത്തൊക്കെ ഘാനയിലും ലൈബീരിയയിലും അപ്പുറത്തെ നൈജീരിയയിലും ഇപ്പുറത്തെ കാമറൂണിലും ചിലിയിലും ചാടലും ബെനിലൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് അവിടെ നിന്ന് ഗോൾഡുകൾ കണക്ട് ചെയ്ത് നല്ല ലീഗലി അതിൻ്റെ ലൈസൻസുകൾ ശരിയാക്കി ദുബായിലേക്ക് കയറ്റുന്നതിന് പകരം ഇന്ന് ഗാന കാണാതെ, ലൈബീരിയ കാണാതെ, ഈ പറയുന്ന സിയാറോ ലിയോൺ കാണാതെ, ടാൻസാനിയ കാണാതെ അവിടെ നിന്നുള്ള ഗോൾഡ് എത്തിക്കുന്നത് കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ടാണ്. ഇതാണ് ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൽ ഇന്ന് ഏറ്റവും നല്ല ബിസിനസ് ഏതെന്ന് എന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള 2 എണ്ണമാണ്. ഒന്ന് ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന സാധനം, മറ്റൊന്ന് വേൾഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം. ഒരു രാജ്യത്തിലുള്ള ഇല്ലാത്തൊരു സാധനത്തിന് മറ്റൊരു രാജ്യത്തിലേക്ക് എത്തിക്കുക. അത് നമ്മൾ ലോകസഞ്ചാരം നടത്തണം. ഉദാഹരണത്തിന് ദുബായിൽ എന്തും കിട്ടുന്ന നമ്മൾ പറയാം. ദുബായിലില്ലാത്ത സാധനം എത്രയോ ആഫ്രിക്കയിലുണ്ട്. ആ സാധനം അവിടുന്ന് കയറ്റാൻ തുടങ്ങണം. ആഫ്രിക്കയിൽ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. തീരെ ബ്രോസ്റ്റ് കിട്ടാത്ത രാജ്യമുണ്ട് ആഫ്രിക്കയിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും ആഫ്രിക്കക്കാർ ദരിദ്രന്മാരല്ലേ? ആഫ്രിക്കന്മാർ ദരിദ്രന്മാരൊന്നുമല്ല. 30% ഇമ്മൻസീവ്ലി റിച്ചാണ്. 70% പാവങ്ങളുണ്ടാവും. വെസ്റ്റ് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, സെൻട്രൽ ആഫ്രിക്ക. ഈ ആഫ്രിക്കയിലൊക്കെ 30% എത്രയോ യൂസഫ് അലിമാരാണ് അവിടെയുള്ളത്. എത്രയോ യൂസഫ് അലിമാർ. ഒരു ഗ്രാമത്തിൽ തന്നെ ഒരുപാട് യൂസഫ് അലിമാരാണ്. അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് എന്തൊക്കെയാണ് ദുബായിലേക്ക് കയറ്റാൻ പറ്റേണ്ടത് എന്ന് നമ്മൾ പഠനം നടത്തണം. ദുബായിൽ നിന്ന് എന്തൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമെന്ന പഠനം നമ്മൾ നടത്തണം. ഇങ്ങനെ അതാണ് ഇന്റർനാഷണൽ ട്രേഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു രാജ്യത്തിലില്ലാത്തതിനെ ഒരു രാജ്യത്തിലേക്ക് എത്തിക്കുക. ഇപ്പം ചൈന എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറുന്നത്, സാമ്പത്തികപരമായി പുരോഗതിയിലേക്ക് എത്തിയത്? അവരുടെ പ്രൊഡക്റ്റിനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തിക്കുന്നു എന്നതാണ്. ഇതേപോലെ ഒരു രാജ്യത്തിലുള്ളതിന് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രോസ്റ്റ്. ഇതുവരെ ബ്രോസ്റ്റ് കണ്ടിട്ടില്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പോൾ ബ്രോസ്റ്റ് കഴിച്ചത് ഒരു ചെറിയ കഷ്ണത്തിന് 1500 രൂപയാണ്. ഇവിടുത്തെ ഒരു കഷ്ണത്തിന് 1500 രൂപയാണ്. പക്ഷേ ഇവിടെ 1500 രൂപക്ക് വേണമെങ്കിൽ 3 കൊട്ട ബ്രോസ്റ്റ് കിട്ടും. അത് ജസ്റ്റ് അവിടെ പോയിട്ടൊന്ന് ചെയ്യാൻ തുടങ്ങിയാൽ ആളുകൾ അത് വാങ്ങിക്കാൻ തുടങ്ങും. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. വ്യത്യസ്തമായ ഏരിയയിലൂടെ നമ്മൾ കടന്നു പോകണം. ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, സാർ എൻ്റെ അടുത്തൊരു ചിപ്പുണ്ട്, ആ ചിപ്പ് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത്ര പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആദ്യം ഞാനതത്ര വലിയ കാര്യമാക്കിയില്ല, കാരണം ഒരു ചെറിയ പയ്യന്മാരെ നമ്മൾ ചെറുതാക്കാൻ പാടില്ല, അവരൊരു എഞ്ചിനീയറാണ്. അങ്ങനെ പിന്നെ അവൻ എന്നെ കാണാൻ വരുന്നത് നല്ല ഒരു ലാൻഡ് റോവർ വണ്ടിയുമായിട്ടാണ്. കാരണം അവൻ്റെ ഒരു പ്രതികാരം തന്നെയാകാം അത്. ഞാൻ എൻ്റെ നെഗറ്റീവും കൂടി പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് സലാമൊക്കെ ചൊല്ലി, അങ്ങനെയാണ് കുട്ടികളങ്ങനെ ചിലപ്പോൾ സലാമൊക്കെ ചൊല്ലും, ഏതായിരുന്നാലും ഒക്കെ ചൊല്ലി ഒരു സമ്മാനമൊക്കെ തന്ന്. അപ്പം ഇപ്പം എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ സൗദി അവൻ കണ്ടെത്തിയ ചിപ്പ് എന്താണെന്നറിയോ? നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അഥവാ ഈ ഫാമുകളിൽ പശുക്കളുണ്ട് അല്ലെങ്കിൽ ഒട്ടകങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ചെവിയിൽ ഒരു ചെറിയ പിച്ചളയുടെ അല്ലെങ്കിൽ ഒരു ചെമ്പിൻ്റെ സാധനം ഉണ്ടാവും. അതിലേക്ക് ഇത് എംബഡ് ചെയ്യാൻ ഒരു പ്രോജക്റ്റ് എംബഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ്വെയർ എംബഡ് ചെയ്യാൻ. എന്നിട്ട് മുതലാളിക്ക് ഏത് ആഫ്രിക്കയിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഏത് അന്റാർട്ടിക്കയിൽ ഇരുന്നാലും കാണാൻ പറ്റും, ഇത്ര 430ാമത്തെ പശുവിന് ഇപ്പോൾ വെള്ളം കുറവുണ്ട്, അതിനിപ്പോൾ പനി തുടങ്ങിയിട്ടുണ്ട്, അതിന് ഭക്ഷണം കുറവുണ്ട്, ഇതിന് പോഷകം കുറവുണ്ട് എന്ന് മൊബൈലിലേക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ചിപ്പായി ഈ കുട്ടി കണ്ടെത്തിയിട്ടുള്ളത്. ജസ്റ്റ് കാലിക്കറ്റിലെ ULCCയിൽ ഇരുന്നിട്ട് കണ്ടെത്തിയ ഈ ഒരു ചിപ്പാണ് ഇന്ന് സൗദിയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എന്താക്കുന്നത്, ഫാമിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കോടികളാണ് അവൻ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം നെഗറ്റീവ് ആയതുകൊണ്ട്. അദ്ദേഹത്തിനെ ചക്കക്കുരു എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ചക്കക്കുരു എന്നാണ് അദ്ദേഹത്തിന് ഒരു ഇരട്ടപ്പേരുള്ളത്.
ചക്കക്കുരുവിൽ നിന്ന് ക്യാൻസറിന്റെ മെഡിസിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് അത് യൂറോപ്പിലേക്ക് കയറ്റലാണ്. അദ്ദേഹത്തിന്റെ കമ്പനിയുള്ളത് ചെന്നൈയിലാണ്. ഒരു ചക്കക്കുരുവിനെ എങ്ങനെയാണ് കോടികളാക്കി മാറ്റുക എന്ന ചിന്തയാണ് പുതിയ തലമുറയിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ബിസിനസ് ഫാമിലി എന്ന് നമ്മൾ പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അങ്ങനെയുള്ള ഒരു ലോകത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയാം. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം അടുത്ത കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ വ്യാപകമാകാൻ പോവാൻ. US-ൽ ഇരുന്നിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും കോട്ടക്കൽ ഹോസ്പിറ്റൽ ഓപ്പറേറ്റ് ചെയ്യുക. കാരണം ഡോക്ടർ രോഗിയെ കാണുന്നില്ല, അവിടെ ഇരുന്നിട്ട് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്കിനി ഹാർട്ട് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അമേരിക്കയിലെ ഡോക്ടറെ ബുക്ക് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി അവിടെയുള്ള ഡോക്ടർ നമ്മുടെ ഓപ്പറേഷൻ നടത്തും. ആ ഒരു അവസ്ഥയിലേക്കാണ് മെഡിക്കൽ സയൻസ് കടന്നു പോകുന്നത്. ഞാൻ ടെക്നോളജിയുടെ ഒരു ഹബ്ബിൽ കയറിയിരുന്നു ദുബായിൽ. എൻ്റെ 2 മക്കളുണ്ടായിരുന്നു, മൂത്ത 2 മക്കൾ. ഞാൻ ഏതോ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ മെറ്റയിലേക്ക് കയറ്റി. മെറ്റയിലേക്ക് കയറ്റാൻ തന്നെ ഇവിടെ നിൽക്കുന്ന എന്നെ മെറ്റൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അവിടെയുണ്ട് ഞാൻ. അങ്ങനെ 1000 പ്രതലത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് മെറ്റാവേഴ്സ്. ഭാവിയിൽ ഒരു പക്ഷേ 5 വർഷം കഴിഞ്ഞാൽ ഒരു പ്രസംഗം തന്നെ പല സ്ഥലങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ പറ്റും. അഥവാ 1000 സ്റ്റേജുകൾ ഒരുക്കുകയും 1000 സ്റ്റേജിലും എന്താക്കുകയും ആ ആള് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും ഭാവിയിൽ. അതാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആ പ്രസംഗത്തെ ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് കൊണ്ടുപോകാം. ഒരു സ്ഥലത്ത് ഇംഗ്ലീഷിലാക്കാം, ഒരു സ്ഥലത്ത് മലയാളത്തിലേക്കാക്കാം. അതൊക്കെയാണ് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഉദാഹരണത്തിന് എനിക്ക് മലയാളം മാത്രം അറിയുമെന്ന് വെക്കുക, എനിക്ക് പ്രസംഗിക്കേണ്ടത് വേറെ സ്ഥലത്ത് ഇംഗ്ലീഷിലാണെന്ന് വെക്കുക. ഞാൻ ഇവിടെ മലയാളത്തിൽ സംസാരിക്കുന്നതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലിട്രേഷൻ നടത്തിയിട്ട് ആ വേദിയിൽ ഞാൻ പ്രസംഗം നടത്തും ഇൻവിസിബിളായി. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ലോകത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകണം. പെൺകുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമ്മൾ യൂറോപ്പിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നൊരു തരംഗമാണിപ്പോൾ. അനങ്ങിയാൽ എല്ലാവർക്കും ലണ്ടനിലേക്ക് പോകണം, ഫ്രാൻസിലേക്ക് പോകണം, നെതർലാൻഡ്സിലേക്ക് പോകണം. ഇപ്പോൾ ദുബായ് ഒന്നും ആർക്കും വേണ്ട. ആ ഒരു അവസ്ഥയിലേക്കായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ പലർക്കും അത് അറിയായിരിക്കും, അവിടെ പഠിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാകും. അവിടെ 3 ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പ്രൈവറ്റ് ലെവലിൽ പോകുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ലെവലിൽ. അതേപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് ഫണ്ട് ഗവൺമെന്റ് ചെയ്യുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിനുമപ്പുറം ബ്രിക്സ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ബ്രിക്സ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ റെഡ് ബ്രിക്ക് യൂണിവേഴ്സിറ്റീസ്. അതിലാണ് ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ഒക്കെ വരുന്നത്. അതിലാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് വരുന്നത്. അതിലാണ് ഈ പറയുന്ന ഹാർവാർഡും അതേപോലെ തന്നെ ഈ പറയുന്ന യാല യൂണിവേഴ്സിറ്റിയും ഒക്കെ വരുന്നത്. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ മെല്ലെ 18 ലക്ഷമോ 20 ലക്ഷം രൂപയും കൊടുത്തിട്ട് ജസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്ന പോലെ എത്തുന്നു എന്നതല്ലാതെ ഇത്തരം ക്യാമ്പസിലേക്ക് എത്തണം. നിങ്ങളൊന്ന് പഴയ കാലം ഒന്ന് ഓർത്തു നോക്ക്. രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത്. ഇത് രാഷ്ട്രീയമല്ല. ഞാൻ പഴയ കാലത്തെ ഇന്ത്യയുടെ മഹാരഥന്മാർ പഠിച്ചത് എവിടെയാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ എഡ്യൂക്കേഷൻ നിങ്ങൾ എടുത്തു നോക്കിക്കോ. അദ്ദേഹം പഠിച്ചത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ്. രാഹുൽ ഗാന്ധിയുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ എടുത്തു നോക്കിക്കോ. അദ്ദേഹം പഠിച്ചത് അതേ ക്യാമ്പസിലാണ്. രാജീവ് ഗാന്ധി പഠിച്ചത് അതേ ക്യാമ്പസിലാണ്. രാഹുൽ ഗാന്ധി പഠിച്ചത് അതേ ക്യാമ്പസിലാണ്. അതേ ക്യാമ്പസിൽ തന്നെയാണ് ഡോക്ടർ അല്ലമ ഇക്ബാലും പഠിച്ചത്. എന്നാൽ അപ്പുറത്തുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ദിരാജി പഠിച്ചത്. ഇന്ദിരാഗാന്ധി പഠിച്ചത് എവിടെയെന്ന് നിങ്ങൾ തപ്പി നോക്ക്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇതേപോലെ തന്നെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മൗലാന മുഹമ്മദ് അലി ജൗഹറും പഠിച്ചത്. ജ്യോതി ബസു എവിടെയാണ് പഠിച്ചത്? ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്. നേരത്തെ പറഞ്ഞ 2 പേരും പഠിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്. എന്തേ നമ്മുടെ കുട്ടികൾ എൻട്രൻസ് എഴുതി അങ്ങോട്ട് എത്താത്തത്? എൻട്രൻസ് എഴുതിയിട്ട് ഇന്ന് നീറ്റ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും രസം എന്താണെന്നറിയോ? ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കുന്ന കോഴിക്കോടെയും അതേപോലെ തന്നെ ഈ തിരൂരിലെയും 2 കുട്ടികളെ എനിക്കറിയാം. ആ 2 കുട്ടികളും എന്നോട് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ അവരെ പോലെയുള്ളവർ പറയുന്ന കാര്യവും പറയാം. സർ, നീറ്റ് പോലെയോ JEE പോലെയോ ടഫല്ല ഇവരുടെ എക്സാമിനേഷൻ എന്നത്. ഇതെന്താ കാര്യം എന്നറിയോ? ഇത്തരം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കുടുംബം കൊടുക്കാത്തത് കൊണ്ട്. അപ്പൊ കുട്ടികൾ ഇത് കണ്ടെത്തുന്നു. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസപരമായി പരമമായ ബോധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോഴും ദീനീപരമായ വിശേഷണങ്ങൾ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. ഏത് ക്യാമ്പസിന്റെ വരാന്തയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പഴയ കാലത്തെ ആളുകളൊക്കെ അത് കാണിച്ചു തന്നത് ഞാൻ ആവർത്തിച്ചു പറയുന്നില്ല. ദീന നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല, നല്ല ഉഷാറായി യശസ്സോടെ മുഴുവൻ ജാതിക്കാരെയും മതക്കാരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് സ്നേഹത്തോടെ ഒരു വർഗീയതയുടെ ലാഞ്ചന പോലുമില്ലാതെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ പോയി പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ആകെയുള്ള പണി എന്താണെന്നറിയോ? അതിനുശേഷം ഇതൊക്കെ കൂട്ടത്തിൽപ്പെട്ട് തന്നെയാണ് ഇവിടുത്തെ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ CAT പരീക്ഷ എഴുതുന്നതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമാണ് JEE. അത് എഴുതിയ ടോപ്പ് കുട്ടിയെ ഇവിടെ ആദരിച്ചു എന്നറിഞ്ഞു. ജോയിന്റ് എൻട്രൻസ് എക്സാം IIT
അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് IIT ചെറുതല്ല, ഇവർ ചേർന്നിട്ടുള്ള IIT ഏറ്റവും ബൃഹത്തായതാണ്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കമ്പനികൾപ്പെട്ടൊരു കമ്പനിയാണ് ഇൻഫോസിസ്. ആ ഇൻഫോസിസിന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുപോയി ചേർത്തത് US-ലാണ്. US-ലെ ടോപ്പ് റേഞ്ച് ക്യാമ്പസിലല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമ്പസിലാണ്. അങ്ങനെ അദ്ദേഹം മകനെ കാണാൻ വേണ്ടിയും അവിടുത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും വേണ്ടിയിട്ട് പോയി. അദ്ദേഹം പോയ സമയത്ത് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, ഇന്ത്യയിൽ എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എന്തേ US-ൽ കൊണ്ടുവന്ന് ചേർത്തത് എന്ന് US-നെ പൊക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്. അതിൽ ഇദ്ദേഹം പറഞ്ഞത്, ഇൻഫോസിസിന്റെ ചെയർമാൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? IIT-യിലെ IIT-യിലെ JEE എക്സാമിനേഷൻ എൻ്റെ മകൻ പാസ്സാകാത്തത് കൊണ്ടാണ് ഞാൻ അവനെ US-ൽ കൊണ്ടുവന്ന് ചേർത്തത് എന്നതാണ്. ദാറ്റ് ഈസ് IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ആ ക്യാമ്പസിൽ നമ്മുടെ കുട്ടികളെ പരമാവധി, ഇവിടെ അവാർഡ് കൊടുത്തു, അങ്ങനത്തെ കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ആളുകൾക്ക് ഉപകരിക്കുന്ന കമ്പനി എന്നറിയപ്പെടുന്നത് ഗൂഗിളാണ്. അതിലും വലിയ കമ്പനികളൊക്കെ ഉണ്ടാവും. ആ ഗൂഗിളിൻ്റെ CEO, അതിൻ്റെ മദർ കമ്പനിയായ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള കമ്പനിയുടെ അതിൻ്റെ CEO, ഇതിൻ്റെ രണ്ടിൻ്റെയും CEO ഒരാളാണ്. ചെന്നൈയിലെ സാധാരണ ക്യാമ്പസിൽ പഠിച്ച് പിന്നീട് IIT-യിൽ നിന്ന് കഴിഞ്ഞ് പിന്നീട് പുറത്തു പോയി പഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ട നമുക്കൊക്കെ അറിയാവുന്ന സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനാണ്. ആ തമിഴ്നാട്ടുകാരനാണ് ഇന്നും ഇതിൽ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ സാലറി നിങ്ങളൊന്ന് എടുത്തു നോക്ക്. പിന്നെ ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, അഥവാ നിങ്ങൾ സെൽഫ് ബൂസ്റ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും പോസ്റ്റ് ഇടുന്നതിന് പകരം ഉയർന്നുയർന്ന് പോയി സെൽഫ് ബ്രാൻഡിങ്ങിലേക്ക് എത്തുക എന്നതാണ്. സെൽഫ് ബ്രാൻഡിങ് ആകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ടാകും. ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷനിലൂടെ പോകേണ്ട കാര്യമാണ്. നിങ്ങളൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ടാകും. ഞാൻ വ്യക്തികളെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയല്ലേ. ഒരു നയാ പൈസ കയ്യിലില്ലാതെ തുടങ്ങിയ ഒരു കമ്പനിയുടെ പേരാണ് ID മുസ്തഫ. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളാണ്. ID മുസ്തഫ NIT-യിൽ നിന്നും M.Tech കഴിഞ്ഞിട്ട് പിന്നെ IIM-ൽ പോയിട്ട് PG-യും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് തുടങ്ങിയത് ഇഡ്ഡലി ബിസിനസ്സാണ്. കുടുംബക്കാരെ മുഴുവൻ കളിയാക്കി, ഇതൊക്കെ പഠിച്ചിട്ട് ഈ ഇഡ്ഡലിയാണോ തുടങ്ങുന്നത് എന്ന്. ഇന്ന് ID ഫ്രഷ് ഏതോ വർഷം അഥവാ 6 വർഷം മുമ്പ് തന്നെ 10,000 കോടി ക്രോസ് ചെയ്ത കമ്പനിയായിട്ട് ആ കമ്പനി മാറി. അഥവാ ഇഡ്ഡലിയെ എങ്ങനെ വേറൊരു രൂപത്തിലാക്കാം, വട എന്നതിൽ സാധാരണയുള്ള ഹോളിനെ എങ്ങനെയാണ് അതിനെ വേറൊരു ഹോളാക്കി മാറ്റുന്നത് എന്ന് ഒരു IIM-കാരനെ ചിന്തിച്ചപ്പോഴാണ് ഈ വയനാട്ടുകാരനായ മുസ്തഫ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇത്രമാത്രം ഉയർന്നു പോകുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എക്സ്ട്രാ ആയിട്ട് ബ്രെയിനാണ്. ആ ബ്രെയിനിലൂടെ വേണം നമ്മുടെ കുട്ടികൾ കടന്നു പോകാൻ. എക്സ്ട്രാ ബ്രെയിൻ. ആ എക്സ്ട്രാ ബ്രെയിൻ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലുണ്ട്. അതിനെ ഒന്നും കൂടി നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റണം. ആ ഒരു പോളിഷിങ് നമ്മുടെ ഉള്ളിൽ നിന്ന് നടക്കും. അതിനെന്താ വേണ്ടതെന്നറിയോ? കുട്ടികൾ നല്ല രീതിയിൽ വാല്യൂസോടെ ജീവിക്കാനും മൂല്യത്തോടെ മാത്രമല്ല ഭൗതികപരമായി കുട്ടികൾ വളരാൻ നമ്മുടെ വീട്ടിൻ്റെ അറ്റ്മോസ്ഫിയർ ക്ലിയർ ആകണം, അന്തരീക്ഷം ക്ലിയർ ആകണം. വിശുദ്ധ ഖുർആനിൽ വീടിന് പറഞ്ഞ 2-3 പേരുകളുണ്ട്. സാധാരണ അറബിയിൽ ഉപയോഗിക്കുന്ന 3 പേരുണ്ട്. അത് ഒന്ന് ദാർ എന്ന് പറയുന്നതാണ്. ദാർ വീടാണ്. ദാറുസ്സലാം, ദാരിസലാം, ഇതൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. അത് ആഖിറത്തിന്റെ ഭവനത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിൻ്റെ വീടിനെ കുറിച്ച് ദാർ എന്ന് പ്രയോഗിച്ചിട്ടില്ല. രണ്ടാമത്തത് വിശുദ്ധ ഖുർആനിലുള്ള പേര് ബൈത്ത് എന്നാണ്. ബൈത്ത് കേവലമായ വീട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ. സൂറത്തുൽ അൻകബൂത്ത് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. അഥവാ ചലന്തി എന്നാണ് ആ സൂറത്തിന്റെ പേര്. സൂറത്തുൽ അൻകബൂത്ത്, ചലന്തി. ആ ചലന്തിയുടെ വലക്കും വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച പ്രയോഗം ബുയൂത്തുൽ അൻകബൂത്ത്, ബൈത്തുൽ അൻകബൂത്ത് എന്നതാണ്. അഥവാ ചലന്തിയുടെ വീട്, ചലന്തിയുടെ വല എന്നതാണ്. അത്രമാത്രം നൈമിഷികമാണ് ഈ ലോകത്തിലെ സാധാരണ കൺസ്ട്രക്റ്റീവ് ഹോം എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റിയൽ ഹോം എന്ന് പറഞ്ഞാൽ അവിടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഈ പറയുന്ന ദാറുമല്ല, ഈ പറയുന്ന ബൈത്തുമല്ല. അവിടെ ഉപയോഗിച്ച പ്രയോഗം മസ്കൻ എന്നതാണ്. മസ്കൻ എന്ന് പറയുന്ന വാക്ക് സുക്കൂൻ എന്നതിൽ നിന്ന് വന്നതാണ്. ശാന്തി എന്നാണ് സുക്കൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അഥവാ മസ്കൻ, മസാക്കിനക്കും, നിങ്ങളുടെ ശാന്തിഗേഹങ്ങൾ, നിങ്ങളുടെ ശാന്തി ഭവനങ്ങൾ എന്നാണ്. ശാന്തിയില്ലാതെ വീടില്ല, സ്നേഹമില്ലാതെ വീടില്ല. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, ആ ഭാഷ അങ്ങനെ തന്നെ കയറാൻ വേണ്ടിയിട്ടാണ്. ഒരു മൂരാച്ചിയായ ഒരു പിതാവും, അങ്ങനെ ഉണ്ടല്ലോ മൂരാച്ചി ഫാദർ എന്നൊക്കെ പറയുന്ന ഫാദറും, പ്രത്യേകിച്ച് കാഴ്ചപ്പാടൊന്നുമില്ലാത്ത, കുട്ടികൾ എന്തെങ്കിലും ഒരു നല്ല കാഴ്ചപ്പാട് പറയുമ്പോഴത്തേനും നെഗറ്റീവ് നിൽക്കുന്ന, എന്തിനും കുട്ടികളെ ശകാരിക്കുന്ന, കുട്ടികളുടെ കൂടെ ഒന്ന് കളിക്കാൻ പോലും സമയം ചെലവഴിക്കാത്ത
ഒരു യാത്ര പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ യാത്രയിൽ പോലും നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോളും, ഇന്നൊന്നും യാത്രക്ക് കിട്ടൂല എന്ന് പറയുന്ന കുടുംബസംഗമം നടത്തുമ്പോൾ എന്തിനാ ഇപ്പൊ കുടുംബസംഗമം നടത്തുന്നത്? ആ നെഗറ്റീവായ ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുത്. കുടുംബസംഗമങ്ങൾ നടത്തുന്നത് ഒരിക്കലും പ്രതാപം പറഞ്ഞിരിക്കാനല്ല, ഈ കുടുംബത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പൊ ഇതില്ലെങ്കിലും പോകൂല എന്ന് വിചാരിക്കും. കൂട്ടമായിട്ടുള്ളതിന്റെ അത്ര ശക്തിയായി ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ കൂട്ടമായിട്ട് ഐക്യത്തോട് കൂടി പോകുമ്പോൾ അതൊരു രസകരമാണ്. ഇവിടെ ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്, അവരോട് ചോദിക്കും. ഞങ്ങൾക്ക് സൈക്കോളജിയിൽ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. ഓക്സിറ്റോസിനും അതേപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഡോപ്പമിൻ നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടേണ്ടുന്ന സന്തോഷമാണ്. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് കിട്ടേണ്ടുന്ന അങ്ങേയറ്റത്തെ സന്തോഷമാണ്. ആ സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നിച്ചിരിക്കണമെന്നാണ്, ഒറ്റക്കാകരുത് എന്നാണ്. തമാശ പറഞ്ഞിരിക്കണം, ഒന്നിച്ച് കൂട്ടമായിട്ടിരിക്കണം, പരസ്പരം കുടുംബത്തോടൊപ്പം ഇരിക്കണം. യാത്രകൾ പോലും ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഗ്രൂപ്പായിട്ടുള്ള യാത്രകൾക്കാണ്. ഗ്രൂപ്പായിട്ടുള്ള യാത്രകളിൽ തമാശകൾ ഉണ്ടാകൂ. യാത്ര 5 ഉണ്ട്, അത് വേണമെങ്കിൽ നടപ്പിലാക്കിയാൽ മതി കേട്ടോ. 1 ഒറ്റയ്ക്കുള്ള യാത്ര തന്നെ, പഠിക്കാൻ, അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ എത്താൻ. രണ്ടാമത്തത് വിത്ത് യുവർ ഫാമിലി, നിങ്ങളുടെ ഫാമിലിയോടൊപ്പമുള്ള യാത്ര. നമ്മളെ മക്കളെയും ഭാര്യനായിട്ടൊക്കെ യാത്ര ചെയ്യും. പക്ഷെ 3ാമത്തെ യാത്ര നമ്മൾ വല്ലാതെ ചെയ്യാത്തൊരു യാത്രയാണ്, പക്ഷെ അത് ചെയ്യണമെന്നാണ്. വിത്ത് യുവർ സ്പോസ്, നിങ്ങളുടെ ഭാര്യയോടൊപ്പം മാത്രമുള്ള യാത്ര. അതൊരു രസകരമായ യാത്രയാണ്. അതിലാണ് സത്യത്തിൽ എല്ലാ റൊമാൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റുക. ഒറ്റക്ക് അങ്ങോട്ടിങ്ങോട്ടൊക്കെ സുന്ദരമായ ഏതെങ്കിലുമൊക്കെ കുന്നിൻ ചെരുവിൽ പോയിരുന്നിട്ട് കിന്നാരം പറയാൻ പറ്റുക ഭാര്യയോടൊപ്പം മാത്രമുള്ള യാത്രയിലാണ്. അപ്പോൾ മക്കളെ എവിടെ ആക്കും നിങ്ങൾ ചോദിക്കും. മക്കളെ എവിടെയെങ്കിലും ആക്കിയിട്ട് അങ്ങനത്തെ യാത്ര സംഘടിപ്പിക്കണം. മക്കളുടെ കൂടെ മാത്രമുള്ള യാത്രയായി നമ്മൾ ഫാമിലി ജേണിയെ ഒതുക്കരുത്. സൈക്കോളജിക്കലി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള, ഇന്ന് ഞാൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നരുത്, കേരളത്തിൽ ഏകദേശം 90% ആൾക്കാർക്കും പ്രണയം അറിയില്ല എന്നാണ്. പ്രണയം അറിയും വേറുള്ളവരോട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയമില്ല എന്നാണ്. കാരണം പ്രണയം എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ മവദ്ദത്തും വറഹ്മ എന്ന് പറഞ്ഞത്. പരസ്പരം നിങ്ങൾ പ്രണയിക്കണേ എന്ന് ഭാര്യ ഭർത്താക്കന്മാരോട്, നിക്കാഹ് കഴിച്ചവരോട് വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ പരസ്പരം പ്രണയിക്കണേ, വറഹ്മ. ആ പ്രണയം എവിടെയും അസ്തമിച്ചു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കാരുണ്യം നിങ്ങൾ കാണിക്കണേ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ ഇപ്പം നിങ്ങൾ വെള്ളിമാരാദരിക്കുന്നു, നല്ല ഉഷാറായിട്ടുള്ള ഷാളൊക്കെ അണിയിക്കുന്നു. ആ ഷാളൊക്കെ അണിയിച്ചിട്ട് സുന്ദരമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ലാപ്പ് അടിക്കുന്നു, അല്ലെങ്കിൽ നല്ല മാഷാ അല്ലാ എന്നൊക്കെ പറയുന്നു. പക്ഷെ ആ വെല്ലിമ്മ വീട്ടിലെത്തിയിട്ട് ഈ മരുമകളെ കൊണ്ട് കരയുന്നൊരു പാവം വെല്ലിമ്മയാണെങ്കിൽ പിന്നെ ആ ആദരത്തിന് എന്തർത്ഥമാണുള്ളത്? ഇവരിട്ട ആ ഷാളിന് എന്തർത്ഥമാണുള്ളത്? അവിടെ ആദരം കൊടുക്കേണ്ടത് മരുമകളാണ്. ആ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരോടൊപ്പമുള്ള യാത്ര, ഞാൻ വേറെ ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോകുന്നില്ല, അതേറ്റവും സുഹൃതമുള്ളതാണ്. ആ യാത്ര നമ്മൾ തുടങ്ങണം. ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാണ്. വേണമെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ആണുങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല എന്ന് വരും. കാരണം ആണുങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഏറ്റവും ചുരുങ്ങിയത് 3 കൂട്ടർക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കണം എന്നാണ്. 1% നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. കാരണം നമ്മളാക്കിയത്, ഉമ്മ നമ്മളെ കൊണ്ട് നടന്നത് ഒക്കതാണ്. അതിൻ്റെ അർത്ഥം സെയിമാണടാ നമ്മൾ. ഞാൻ കാണുന്നതെല്ലാം കാണുമോനെ, ഞാൻ കേൾക്കുന്നതെല്ലാം കേൾക്കുമോനെ എന്ന അർത്ഥത്തിലാണ് ഉമ്മ നമ്മളെ കൊണ്ട് നടന്നത്. ആ ഉമ്മാക്കെല്ലാ പ്രാർത്ഥനകളും. പക്ഷേ പിതാവ് കൊണ്ട് നടന്നത് അങ്ങനെയല്ല. ഒട്ടുമിക്ക പിതാക്കന്മാരും മക്കളെ ഉശിരോടെ കൊണ്ട് നടക്കാറ് 2 കാലം ഇങ്ങോട്ടാക്കി ചുമലിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഊട്ടിയുടെ തെരുവിലൂടെ നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് നടന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് നടക്കുമ്പോൾ ഞാൻ കാണാത്തതും കാണുമോനെ, ഞാൻ കേൾക്കാത്തതും കേൾക്കുമോനെ, ഞാൻ എത്താത്തിടത്തും നീ എത്തുമോനെ, ഓരോ പിതാവിൻ്റെയും സുന്ദരമായ സ്വപ്നങ്ങളാണ്. പ്രവാസികൾ ഒരുപാട് പക്ഷേ ഈ സ്പീച്ച് ഭാവിയിൽ കേട്ടേക്കാം. പ്രവാസികളായി നമ്മൾ അവിടെ ആകുന്ന ആളുകളുണ്ടല്ലോ, അതിന് മുമ്പുള്ള ആൾക്കാർ, ഇപ്പം ഇവരെ പോലുള്ള ആൾക്കാരോട്, പ്രായം ചെന്ന ആൾക്കാരോട് നിങ്ങൾ അവിടെ ഇരിക്കണമെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. പണ്ടത്തെ കാലത്ത് അവർ കോർഫുഖാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കപ്പൽ കയറിപ്പോയിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. 7-ാം ദിവസമോ 8-ാം ദിവസമോ കപ്പലെത്തുമ്പോൾ കഞ്ഞിക്ക് വകയില്ലാതെ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. അന്ന് കരണ്ടില്ലാത്ത UAE-യിൽ അവരൊരുപാട് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നോ എത്തുന്ന കത്ത്, 15-ാം ദിവസമോ 30-ാം ദിവസമോ എത്തുന്ന കത്ത് അവർ കൊടുത്തയച്ചിട്ടുണ്ട്. മക്കളുടെ ശബ്ദമൊന്ന് കേൾക്കാൻ കാസറ്റ് കടന്നു വന്നപ്പോൾ കാസറ്റിലിൻ്റെ മക്കളുടെ ശബ്ദം ഒന്ന് പിടിച്ചിട്ട് വിടുമോ എന്ന് ചോദിച്ച പഴമക്കാരുമുണ്ട്. ആ കാസറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിരുന്നു.
അങ്ങനെയുള്ള പാവപ്പെട്ട പ്രവാസികൾ, ആ പ്രവാസികൾ നമ്മുടെ വീട്ടിലെത്തി, നമ്മുടെ നാട്ടിലെത്തി, അവരെന്ന് വീട്ടിലിരിക്കുമ്പോൾ അവരെ ആദരിക്കാൻ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ പറയാ, നമ്മുടെ ഉപ്പാക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കണമെന്നാണ്. നിങ്ങൾ കൊടുത്താലും വേണ്ടില്ല, കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല. പിതാവ് അതൊരു അവകാശവാദമായിട്ട് പറയരുത്. ഞാൻ എൻ്റെ ഒരു ചെറിയ സന്ദേശം പറഞ്ഞിട്ട് പോവാണ്. സ്വന്തം പിതാവിന് 1% പിന്നെ കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയോ? കാരണം പിതാവിന് കൊടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? കോഴിക്കോടുള്ളൊരു പയ്യൻ, ആ പയ്യൻ ആദ്യമായിട്ട് സാലറി കിട്ടിയപ്പോൾ ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഉമ്മ പറയാണ്, മോനെ അത് ഉപ്പാൻ്റെ കൈക്ക് നീ കൊടുക്കുന്നു. ഉമ്മ പറയാണ്, മോനെ അത് ഉപ്പാൻ്റെ കൈ. നല്ല സന്തോഷമാവില്ല ഉപ്പാക്ക്, നീ ഒരുപാട് പഠിച്ച് എഞ്ചിനീയറായി, അത് കഴിഞ്ഞ് നിനക്ക് ജോലി കിട്ടി. ആദ്യത്തെ 25,000 രൂപ ഉപ്പാക്ക് കൊടുക്കുമ്പോൾ ഉപ്പാക്ക് എത്ര സന്തോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഈ മകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത്രമാത്രം ആകണോ വേണ്ടി എന്നതല്ല, പിതാവിനെ ആദരിക്കേണ്ടുന്ന ഭാവങ്ങളാണ്. ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മ അത് നിങ്ങൾ എന്നെ കൊടുത്തേക്കിൻ. കാരണം കുഞ്ഞുനാളിലെ മിഠായിക്ക് പൈസ തരുമ്പോൾ, ഫീസിന് പൈസ തരുമ്പോൾ, പെരുന്നാളിൽ പൈസ തരുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൈ മുകളിലും എൻ്റെ കൈ താഴെയുമായിരുന്നു. അതുകൊണ്ടൊരിക്കലും ഇന്ന് ഞാൻ സാലറി തിരിച്ചങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കൈ മുകളിലായി പോകരുത്, എൻ്റെ ഉപ്പയുടെ കൈ താഴെയായി പോകരുത് എന്ന ആദരമാണ് കോഴിക്കോടുള്ള എഞ്ചിനീയർ പയ്യൻ പറഞ്ഞു വെച്ചത്. മാസത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തട്ടെ. നിങ്ങൾ 25,000, 30,000, 10,000 ഒക്കെ ഒരിക്കലും ഈ മകൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു പിതാവായി നമ്മുടെ പിതാവിനെ മാറ്റല്ലേ. ഇതേപോലെ മാതാക്കൾ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ട വേറൊരാളാണ് ഞാൻ പറഞ്ഞ മാതാവ് കണക്കൂട്ടാൻ ഇതിനൊന്നും വരില്ല. പക്ഷെ ആ സാധനം ഏഴത്തിൻ്റെ കുട്ടിയെ കൊടുക്കേണ്ടാവും, അഞ്ചത്തിൻ്റെ കുട്ടിയെ കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഉറപ്പോടെ യശസ്സോടെ നമ്മുടെ ഉമ്മാക്ക് കൊടുക്കാൻ പറ്റണം. പള്ളിക്കാർ പിരിവിന് വരുമ്പോൾ നമ്മുടെ ഉമ്മ പറഞ്ഞേക്കരുത്, മോൻ പറ്റുന്നുണ്ട് ചോദിച്ചിട്ട് പറയാ, ഇപ്പം എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഓനെത്രേ പറയാമെന്നറിയില്ലല്ലോ എന്ന് പറയാതെ ഉമ്മ ഇങ്ങനെ നെളിഞ്ഞിരുന്നിട്ട് പറയട്ടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാട്ടോ, നെളിഞ്ഞുകൊണ്ട് പറയട്ടെ, ഞാനൊരു 10,000 തരാം. അത് ഉമ്മയുടെ അവകാശമാണ്. ഞാൻ ബിസിനസ് ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന ആൾക്കാരോടാ, ഈ 2 കൂട്ടർക്ക് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് കൊടുത്താൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ബിസിനസ് പടിപടിയായി ഉയർന്നുയർന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആന്റെ ഒരു പ്രയോഗമാണ്, അടിയടിയായി പടിപടിയായി നിങ്ങൾ ഉയർന്നു പോകുമെന്ന്. ഉറപ്പാണ്. കാരണം പിതാവിൻ്റെ പ്രാർത്ഥനയുടെ കണ്ണുനീര്, സന്തോഷത്തിൻ്റെ കണ്ണുനീര് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഉറ്റി വീഴും. മാതാവിൻ്റെ പ്രാർത്ഥനയുടെ സുന്ദരമായ കണ്ണുനീര് നിങ്ങളുടെ ആ കച്ചവടത്തിലേക്ക് ഉറ്റി വീഴും. അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. അതായിരിക്കും പിന്നെ അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ HR-ഉം, അതിൻ്റെ മാർക്കറ്റിങ്ങും, അതിൻ്റെ ഫിനാൻസും, അതിൻ്റെ ഓപ്പറേഷനും, അതിൻ്റെ IT-യും, അതിൻ്റെ ലോജിസ്റ്റിക്സും, അതിൻ്റെ ബ്രാൻഡിങ്ങും ഒന്നും ഉമ്മാക്കറിയില്ല. പക്ഷേ ഉമ്മാക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ അറിയാം. നിങ്ങൾ കൊടുത്തു നോക്ക്. ആ സമയം മുതലേ നമ്മുടെ ബിസിനസ്സിന് മറ്റൊരു വിധാനത്തിലേക്ക് അള്ളാഹു ഉയർത്തുന്നത് കാണാൻ പറ്റും. 1% അല്ലെങ്കിൽ 1/2. നിങ്ങൾ ബിസിനസ്സിൻ്റെ വോള്യൂം കൂടുതലാണെങ്കിൽ 1% കൊടുത്തോ. പിന്നെ വന്ന് കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ വിവാദം ഉണ്ടാക്കരുത്, ഞാൻ പറഞ്ഞിട്ട് പോവാണ്. അത് സ്വന്തം ഭാര്യക്കാണ്. ഭാര്യക്ക് നിങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എവിടെയെങ്കിലും ഏതെങ്കിലും ബിസിനസ്സിലൊരു ചെറിയ പെർസെൻറ്റേജ് 37 കിട്ടേക്കും. ഇയാളിപ്പോൾ അത് കൊടുന്നത് ഇടങ്ങറായല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നണ്ട കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ സ്ത്രീകളെ പൊക്കി പറയല്ല. അവരൊരു ദിവസം എടുക്കുന്ന പണിയുടെ മൊത്തത്തിൽ കൂലി കൂട്ടിയാൽ മാസത്തിൽ 1,00,000 റുപ്യ കൊടുത്താലും മതിയാവില്ല. നിങ്ങൾ അവകാശം പറയരുതേ. കുടുംബസംഗമം അവർ കൈയടിക്കണ്ട, ആക്ക് കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. നമ്മളെക്കാളും എഫിഷ്യൻ്റായ മാനേജേഴ്സായി ഇവർ. ഞാൻ അവരെ പൊക്കി പറയാൻ പറയല്ല, അവരെ ഉഷാറാക്കാനും പറയല്ല. കാരണം എന്നെപ്പം എൻ്റെ വീടൊരു ദിവസം ഏൽപ്പിച്ചാൽ ഞാൻ ബിസിനസ് മാനേജ് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ് ചെയ്യും, ചിലപ്പോൾ HR-ൽ എത്ര ആൾക്കാരുണ്ടെങ്കിൽ മാനേജ് ചെയ്യും. പക്ഷേ വീട്ടിൽ നേരം വെളുത്ത് വൈകുന്നേരം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ മാനേജ്മെൻറ്റ് സ്കില്ല് അവർക്കുള്ളതെന്ന്. മൂത്തമ്മ ഒരു ജാതി, അതിൻ്റെ താഴെയുള്ള വേറെ കോലം, മോളാകട്ടെ വേറെ രീതി, ഏറ്റവും താഴെയുള്ള ആൾ വേറെ രീതി. ഇവരെല്ലാം മാനേജ് ചെയ്യാൻ തന്നെ വേണമെങ്കിൽ 3-4 മാനേജർമാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ മാനേജ്മെൻറ്റ്, അലക്കലിൻ്റെ മാനേജ്മെൻറ്റ്, തുടക്കലിൻ്റെ മാനേജ്മെൻറ്റ്, അതിലെടുക്ക് ആരെങ്കിലും സൗഹൃദങ്ങൾ വരാൻ, അവരുടെ കുടുംബക്കാർ വരികയാണെങ്കിൽ അവരെ ഫാമിലി മാനേജ്മെൻറ്റ്, ഹോം മാനേജ്മെൻറ്റ്, എല്ലാ മാനേജ്മെൻറ്റും കൂടി അടങ്ങിയ ഒരു മഹാസിദ്ധിയുള്ള ഒരാളുടെ പേരാണ് സ്ത്രീ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപോര സ്കില്ലാണ് അവർ. ആ പണി എങ്ങാനും ഒരു ദിവസം നമ്മളെ ഏൽപ്പിച്ചാൽ കൊട്ടത്താളത്തിലുണ്ടാവും ഫുള്ള്, അവൻ കിടക്കണ്, കാലം കഴുകാതെ അവിടെയും കിടക്കുന്നുണ്ടാവും,
മക്കൾ മേപ്പിട്ട് നോക്കി നടക്കുന്നുണ്ടാവും, ആരെങ്കിലും കുടുംബക്കാർ വന്നാൽ ചായ കിട്ടാതെ പോയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി സ്കില്ല് ചെയ്യാനേ നമ്മളൊരു മാനേജർ ഏൽപ്പിക്കുകയാണെങ്കിൽ ചുരുക്കത്തിൽ ആൾക്ക് 2 ലക്ഷം റുപ്യെങ്കിലും സാലറി കൊടുക്കണ്ടേ. അതുകൊണ്ട് സാലറി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഞാൻ അവകാശവാദം പറയരുത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വളവത്തിയാളാവണം. ആ കാര്യം വലിയൊരു കൂടുണ്ടാക്കി കോഴീൻ്റെ, അതിൽ നിന്നിട്ട് ഒരുപാട് കോഴികളാണ് കൊടുന്നാക്കി, എന്നും മുട്ടയിടുന്ന കോഴി. അതിന് ഫുള്ള് ചിലവ് നിങ്ങൾ കൊടുക്കുക, മുട്ടയുടെ പൈസ ഞാൻ എടുക്കുന്നത്. നല്ല വളവത്തിയാണ്. ഡെയിലി 100-150 മുട്ടയിടുമ്പോൾ അതിനൊരു വരുമാനം ഉണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ പറയാം. നിങ്ങൾ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പെൺകുട്ടികളായ ആളുകൾ ഒരിക്കലും എന്താകരുത്, ആരുടെയെങ്കിലും എച്ചിലിന് വേണ്ടി കാത്തു നിൽക്കരുത്. നിങ്ങൾക്ക് വസ്ത്രമെടുക്കാൻ ഇത് റസൂലുള്ളാഹിയുടെ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. എന്തെന്നറിയോ? ഓരോ പെൺകുട്ടിയെയും ആദരിക്കണം, അവർക്ക് ഇസ്സത്ത് കൊടുക്കണമെന്ന്. ലോകത്തിലൊരു പക്ഷേ ഒരുപാട് ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ടാകും. ലോകത്തിലെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രഭാഷകൻ ഒന്ന് ഡെമോസ്തനീസാണ്, മറ്റൊന്ന് മക്കാന്റണിയാണ്, പിന്നെ ഒന്ന് മാർട്ടിൻ ലൂതർ കിങ് ആണ്, പിന്നെ ഒന്ന് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇവരൊക്കെ പ്രഭാഷകരായിരുന്നു, ഇമോഷണൽ സ്പീക്കേഴ്സ്. പക്ഷേ ഒരേ ഒരാൾ മാത്രമേ എൻ്റെ അറിവിൽ, ഞാൻ വായിച്ച വായനയിൽ അവസാനത്തെ സ്പീച്ചിൻ്റെ അവസാനത്തെ ഭാഗം ഭാര്യമാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൂ. അത് ദ ഗ്രേറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവസാനത്തെ പ്രസംഗത്തിൽ അവസാനത്തെ വാക്ക് ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് പ്രൊഫറ്റ് എന്നാണ് സാധാരണ പറയുക, പ്രവാചകന്റെ അന്ത്യ സംസാരം. പക്ഷെ അതിന് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കൊടുത്ത പേര് ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് പ്രൊഫറ്റ്ഹുഡ്, പ്രവാചകത്വത്തിന്റെ അവസാനത്തെ സംസാരം. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂൽ വരെയുള്ള എല്ലാ ആൾക്കാരും സംസാരിച്ചു. ആ പ്രവാചകന്മാരുടെ പ്രവാചകന്റെ അവസാനത്തെ സംസാരം എന്ന് പറഞ്ഞാൽ അത് എല്ലാ പ്രവാചകന്മാരുടെയും സംസാരത്തിന്റെ അവസാനത്തെ സംസാരമാണ്. ആ സംസാരത്തിന്റെ അവസാനത്തെ ഭാഗം നിങ്ങളെ പറഞ്ഞുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ നന്ദിയുണ്ടാകണം. നിങ്ങളെ പറഞ്ഞുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ ഉപദ്രവിക്കരുതേ, അവരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുതേ. ഒരു പെൺകുട്ടി ഒരു ആണ് കാണാൻ വന്നാൽ, അങ്ങനെ ഉണ്ടാവുമല്ലോ, പെണ്ണ് കാണാൻ വരുമല്ലോ, ദയവ് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് എനിക്ക് പറ്റിയടി എന്ന് ചോദിക്കരുത്. അതൊരു അബദ്ധമായ ചോദ്യമാണ്. അമ്മ അവിടുന്ന് ചോദിക്കുക, അളാപ്പ അവിടുന്ന് ചോദിക്കുക, മൂത്താപ്പ അവിടുന്ന് ചോദിക്കുക, എപ്പോൾ അവിടുന്ന് ചോദിക്കുക. അതിൻ്റെ ഇടയിൽ അമ്മായികളും ഇളാമാരൊക്കെ പാടെ ഈ കുട്ടി പിന്നെ എന്താ പറയുക? അങ്ങനെ അത് സമ്മതിക്കും. പിന്നെ കുറേ കഴിഞ്ഞ് ആദിയാകും, കല്യാണത്തിൻ്റെ തലേന്ന കല്യാണം എനിക്ക് വേണ്ടെന്നറിയും. പെൺകുട്ടികൾക്ക് 100% പറ്റിയവരെ അല്ലാതെ, അതും പെണ്ണ് കാണാൻ വന്ന സിമ്പിൾ കാര്യമാണ് പറഞ്ഞത്, പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഇടങ്ങറുണ്ടായിട്ടുണ്ട്. അങ്ങനെ പറ്റാന്ന് മാത്രമല്ല, ആ ഫാമിലിയിൽ അത്യാവശ്യം കൗൺസിലിംഗ് സ്കില്ലുള്ള, അതിന് MSc സൈക്കോളജി ഒന്നും പഠിക്കണ്ട, ഒരു കുട്ടിയുടെ മനോഗതി അറിയാവുന്ന ഒരാൾ ആ കുട്ടിയോട് സംസാരിക്കണം. മോനെ, അവൻ്റെ ഫേസ് കട്ട് നിനക്ക് പറ്റിയോ? കുട്ടികൾക്കുണ്ടാവില്ലേ സ്വപ്നങ്ങൾ? ആൺകുട്ടികൾക്ക് മാത്രമല്ല സുന്ദരിമാർ വേണ്ടത്, നേരെ തിരിച്ചും വേണ്ടേ? അതിനനുസരിച്ചിട്ടല്ലേ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ നടക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ആ കുട്ടിക്ക് 100% പറ്റിയവരെ മാത്രമേ നമ്മൾ, അല്ലാതെ കാപ്പൻ അങ്ങനെ ഒരു ഇനീഷ്യൽ ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. കാപ്പൻ ഹുസൈനാജിൻ്റെ പേരക്കുട്ടിയാണെന്നും പറഞ്ഞാൽ അയാൾക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ട്, ചെമ്മാട് ബിൽഡിംഗ് ഉണ്ട്, പുത്തന്താണി ബിൽഡിംഗ് ഉണ്ട്, കോട്ടക്ക ബിൽഡിംഗ് ഉണ്ട്. സഹോദരന്മാരെ, ജീവിതം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൺസ്ട്രക്ഷൻ അല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ 4 ബെൻസ് കാർ വീട്ടിലുണ്ട് എന്നതല്ല. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആ ബെൻസിൽ പോകുന്ന ആൾക്ക് ബെൻസിനേക്കാൾ വാല്യൂ ഉണ്ടാകുമ്പോഴാണ് ജീവിതം വാല്യൂസ് ആകുന്നത് എന്ന് നമ്മൾ തിരിച്ചു കൊടുക്കണം. അമ്മോശങ്കാക്ക് 4 ബിൽഡിംഗ് ഉണ്ടെന്നും പറഞ്ഞാൽ നിങ്ങൾ മരുവൻ്റെ ജീവിതം എങ്ങനെയെന്ന് നോക്കാതിരിക്കരുത്. ആ മരുമകൻ പേഴ്സണാലിറ്റി ഉള്ള ആളായിരിക്കണം. ആ മരുമകൻ നല്ല വാല്യൂസ് ഉള്ള ആളായിരിക്കണം. എൻ്റെ മകളെ കൊണ്ടു നടക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആളായിരിക്കണം. ആ ഒരവസ്ഥയിലുള്ള ആണുങ്ങളെ മാത്രമേ നമ്മുടെ മക്കൾക്ക് സജസ്റ്റ് ചെയ്യാവൂ, തിരഞ്ഞെടുക്കാവൂ. പെൺകുട്ടികളോട് തിരിച്ചൊരു വാക്ക്, നിങ്ങളിപ്പോൾ കോളേജുകളിലൊക്കെ പറയുമ്പോൾ എനിക്കൊരു മടിയുണ്ടെങ്കിലും പറഞ്ഞോട്ടെ, ഉമ്മാർക്കും ഉപ്പാർക്കും അധികം അറിയാത്തൊരു കാര്യമാണ് ബെസ്റ്റീസിൻ്റെ പിന്നാലെയാണ്. ഞാൻ നിങ്ങളെന്ന് പറഞ്ഞില്ല, പക്ഷേ ബെസ്റ്റീസ് ഒരു പ്രയോഗമാണ്. ദയവ് ചെയ്തിട്ട് ബെസ്റ്റീസിൻ്റെ പിന്നാലെ കൂടിയിട്ട് അതേപോലെ ഭർത്താവിനെ ഡിസൈൻ ചെയ്യാൻ നോക്കരുത്. ഒന്നാമത് ആ പ്രയോഗം തന്നെ തെറ്റാണ്. ഓസ്ട്രേലിയയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, മക്കളെ പരിചയപ്പെടുത്തിയിട്ട് ഇതെൻ്റെ ഫസ്റ്റ് ലെവറിലെ മോനാണ്, ഇതെൻ്റെ 2ാമത്തെ ലെവറിലെ മോനാണ്, ഇതെൻ്റെ ഓൺ വൈഫിലെ മോനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എന്തിനാണ് ഈ അബദ്ധത്തിലേക്ക് നമ്മൾ ജൈത്രയാത്ര തുടങ്ങുന്നത്? ലിബറലിസം ഒക്കെ നല്ലതാണ്, പക്ഷെ എക്സ്ട്രീം ലിബറലിസ്റ്റ് ആകരുത് നമ്മൾ. എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ആകരുത് നമ്മൾ. ഏതെങ്കിലും ഒരു ഇൻസ്റ്റയിൽ ഒരു വേഷം കിട്ടിയപ്പോഴേക്ക് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് 1000 ആളുകളെ കാണിക്കുന്നതിന് പകരം
ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന ഒരു ഡയലോഗ്, ഒരു നല്ലൊരു കണ്ടന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അല്ലാതെ വെറുതെ ഫാഷനായിട്ട് നടക്കലല്ല. ഞാൻ പറയാം, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാകണം. സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ ക്വാളിറ്റിയോട് കൂടി മുന്നോട്ട് പോകണം. ആ ക്വാളിറ്റിയോട് കൂടി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ. അങ്ങനെയുള്ള ഒരാളായി നമ്മൾ മാറണം. ഈ കുടുംബത്തിലെ ഓരോ ആൾക്കാരും അങ്ങനെയായിരിക്കും. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്, അല്ലാമ ഇക്ബാലിനെ പോലെയുള്ള ആളുകൾ യൂറോപ്പിൽ വർഷങ്ങളോളം പഠിച്ച് സർ ബിരുദവും വാങ്ങിച്ച് വരുമ്പോഴും അങ്ങകലെ ദൂരെയുള്ള യൂറോപ്പിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന അതിമനോഹരമായ അന്തലേഷ എന്നറിയപ്പെടുന്ന ഇന്നത്തെ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് പോയി അവിടെ തകർന്നടിഞ്ഞു കിടക്കുന്ന കുർദോവ യൂണിവേഴ്സിറ്റിയുടെ ആ തൂണിൽ ചാരിക്കൊണ്ടെഴുതിയ കവിതയുണ്ട്, തരാനെ മില്ലി. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കണം. അതിൽ പറയുന്നുണ്ട്, ഏ ഗുലിസ്ഥാൻ അന്ദലുസ് വോ ദിൻ ഹൈ യാദ് തുജ്കോ താ തേരെ ഢാലിയോ മേ ജബ് ആശിയാൻ ഹമാര. ഏ അന്തലേഷ്യൻ താഴ്വാരമേ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില്ലകളിൽ ഞങ്ങൾ വന്ന് കൂടുവെച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്പെയിനെ കുറിച്ച് പറയുന്നത് പഴയകാല സ്പെയിൻ. എത്ര കാലം പഠിച്ചാലും എത്ര സർബിരുദം കിട്ടിയാലും തിരിച്ചു വരുമ്പോൾ ഒരിക്കലും മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താത്ത മഹത്തുക്കളായ ആളുകളെ പോലെ ഏത് യൂറോപ്പിന്റെ വരാന്തകളിലൂടെ അതല്ലാതെ ഏത് US-ന്റെ വരാന്തകളിലൂടെ നിങ്ങൾ കടന്നു പോയാലും മൂല്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകരുത്. ഞാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഒരു ക്യാമ്പസിലേക്ക് ഷാറൂഖ് ഖാൻ കടന്നു പോകും. അപ്പൊ പെൺകുട്ടികൾ ഇങ്ങനെ മൂപ്പരെ പിടിച്ച് വലിക്കുന്നുണ്ട്. മൂപ്പര അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ. ഷാറൂഖ് ഖാൻ ലോകത്തിൽ അറിയപ്പെടുന്ന നടനാണ്. പല രാജ്യത്ത് നമ്മൾ ഇംഗ്ലണ്ട് പോയാൽ പോലും ഇന്ത്യയിൽ നിന്നാന്ന് പറയുമ്പോൾ അവർക്ക് ആദ്യം പറയാനുള്ള പേര് ഷാറൂഖ് ഖാന്റെ പേര്. ഞാൻ അദ്ദേഹം വാഴ്ത്തി പറയാനുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ക്യാമ്പസിലെ കുട്ടികൾ ഇങ്ങനെ അദ്ദേഹത്തെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ഒന്ന് പിടിക്കാൻ വേണ്ടി, അത് അവരുടെ ചാബല്യമാകാം. ആ സമയത്ത് പർദ്ദയണിഞ്ഞുകൊണ്ട് ദൂരെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടി അങ്ങോട്ട് പോകുന്നില്ല, അയാൾക്ക് കൈ കൊടുക്കാനും പോകുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു മഹാനടൻ എന്ന നിലക്ക് കൈ സ്വന്തത്തിൽ ഇങ്ങനെയാക്കി ഒന്നൊരു ഉറുദുക്കാരെ കാണിക്കുന്നവർ ഒരു അഭിവാദ്യം ചെയ്യുന്നു. ഷാറൂഖ് ഖാൻ അവിടെ നിന്നുകൊണ്ട് ആ കുട്ടിക്ക് 7 or 8 തവണയാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. മറ്റൊരു പെൺകുട്ടിക്കും തൊടാൻ സമ്മതമില്ലാതെ മറ്റൊരു പെൺകുട്ടിയെയും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ഷാറൂഖ് ഖാൻ 6-7 തവണ ഇങ്ങനെ ആക്കിയതിന്റെ സൈക്കോളജിക്കൽ വിഷൻ എന്താണെന്നറിയോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്ന മോളെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ വാല്യൂസിനെ ഇഷ്ടമാണ്, നീ മാറി നിന്നുകൊണ്ട് അഭിസംബോധനയുണ്ടല്ലോ, അതിമനോഹരമായിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. ഞാൻ ഭൗതികപരമായ കാര്യം പറയുന്നത് ഭൗതികപരമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും ആ വാല്യൂസ് കീപ്പ് ചെയ്യുന്നവരെ, ഒരു പക്ഷേ വാല്യൂസ് ഇല്ലെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്ക് പോലും ആദരമാണ്. നമ്മളെ കൊച്ചുകുട്ടികളെ വളർത്തുമ്പോഴായി ഓടി നടക്കുകയാണ്. നമ്മൾ കുടുംബത്തിൽ ചില പദ്ധതികൾ തയ്യാറാക്കണം. നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകും, എന്നാൽ അഡീഷണലി നിങ്ങൾ ചിലപ്പോൾ അതെന്നെ തയ്യാറാക്കിയിട്ടുണ്ടാകും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കുട്ടികൾക്ക് വേണ്ടി ഒരു കിഡ്സ് ക്ലബ്ബ് നിങ്ങൾ ഉണ്ടാക്കണം. കുട്ടികൾക്ക് വേണ്ടിയുള്ള കിഡ്സ് ക്ലബ്ബ് എന്തിനാണെന്നറിയോ? കുട്ടിക്കാലം മുതലേ ഗൈഡൻസ് കൊടുത്ത ഒരു കുട്ടിക്ക് പിന്നെ ചാബല്യത്തിലേക്ക് പോകാൻ കഴിയില്ല. ആ കുട്ടിയെ തുടർച്ചയായി കൊണ്ടുപോകണം. പ്രീ ഗ്യാങ് സ്റ്റേജ് 12 വയസ്സ് വരെയാണ്. 12 വയസ്സ് വരെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കും. നമ്മളോടൊപ്പം ഉമ്മ കളിക്കാനൊക്കെ ഉണ്ടാവും, നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ കൂടെ ഉണ്ടാകും. 12 കഴിഞ്ഞാൽ പിന്നെ അവന് ഗ്യാങ് സ്റ്റേജിലേക്ക് പോവാൻ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഏജാണ് ഞാൻ പറഞ്ഞ 12. അതിലെ കറക്റ്റ് അലിവ മുറിച്ച പോലെയല്ല, ചിലപ്പം 13 14 പക്ഷെ 12 പറയുന്ന ഏജ്. അത് കഴിഞ്ഞാൽ നിങ്ങളൊരു മരണ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഷാഫി മരിച്ച വീട്ടിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2 മക്കൾ, ഒരാൾ എഞ്ചിനീയർ, ഒരാൾ MBA-കാരൻ. 2 പേരും കരയുന്നുണ്ട്, പക്ഷേ വിതുമ്പി കരച്ചിലില്ല. അവന്റെ ലാസ്റ്റ് മകനുണ്ട്, 11 വയസ്സുള്ള മോന്. ഞാൻ പിതാവിന്റെ സുഹൃത്ത് എന്ന നിലയ്ക്ക് കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. എന്താ കാര്യം എന്നറിയോ? പ്രീ ഗ്യാങ് സ്റ്റേജാണ് അവന്റെ എല്ലാ സുഹൃത്തും ബാപ്പയാണ്, അവന്റെ എല്ലാ സുഹൃത്തും സഹോദരങ്ങളല്ല, അവന്റെ സ്വന്തം പിതാവാണ്. അതുകൊണ്ട് അവൻ വിതുമ്പി കരയുന്നത്. ഇതേപോലെ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ നിങ്ങൾ അഡീഷണലി ശ്രദ്ധിക്കണേ. അവരെ പിന്നാലെ കൂടിയിട്ട് ഇമ്പോസ് ചെയ്യരുത്, ഇൻസ്പിരേഷനെ കൊടുക്കണ്ടേ. 12 വയസ്സ് വരെ ഇൻസ്പയർ ചെയ്യൂ നിങ്ങൾ കുട്ടികളെ. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഉയർത്തി കൊണ്ടുവരലാണ്. കുട്ടികൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കലാണ്. കുട്ടികൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് A+ എടുക്കുന്നതിനേക്കാൾ ഞാൻ കൊടുക്കുന്ന വാല്യൂ. കുട്ടികൾ A+ എടുത്തോട്ടെ. വയനാടിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ മോനെന്ന് പറയാൻ നിങ്ങൾ അനുവാദം തരണം. എൻ്റെ മോൻ ആ വീട് തകർന്നടിഞ്ഞ വീടിലേക്ക് നോക്കി. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ വീട്ടുകാരൊക്കെ ഇപ്പോൾ എവിടെ ആയിരിക്കും ഉപ്പാന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അവരൊക്കെ ഒലിച്ചു പോയതിൽപ്പെട്ടു, ആ വീട് തകർന്നു പോയി, അതിൽ കുട്ടികളൊക്കെ ഇപ്പോൾ എവിടെ ആയിരിക്കും പിന്നെയും ചോദിക്കാം. അപ്പം അവൻ്റെ മുഖം അങ്ങോട്ടുള്ളത്, ഞാൻ അവൻ്റെ മുഖം കാണുന്നില്ല, ഞാൻ ഇപ്പുറത്തുള്ളത്. അങ്ങനെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവസാനം അവനിങ്ങനെ മുഖം തിരിയുമ്പോൾ അവൻ്റെ കണ്ണുനീര് 2 ഇങ്ങനെ ഇട്ടിട്ട് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു ചിന്തയുടെ പേരാണ് A+
A++. ഞാൻ എൻ്റെ മോനെ പറയല്ല, എന്നാലും നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ആകണം. ആ വയനാടിൻ്റെ ആ വീട് നോക്കിയിട്ട് ആ കുട്ടികൾ ഇന്ന് എവിടെയായിരിക്കും പടച്ചോനെ എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയുടെ പേരാണ് A++കാരൻ. ആ ഒരു ചിന്തയാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീരാണ് നമ്മൾ കൊടുക്കേണ്ടത്. കുടുംബത്തിൻ്റെ പദ്ധതി തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ വീടില്ലാത്ത ഒരാളുമുണ്ടാകരുത് എന്നത് നമ്മുടെ ഒരു ആപ്തവാക്യമായിരിക്കണം. വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത്. അതിനെന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും വീടെത്തിക്കാൻ ആകെ കുറച്ച് ആൾക്കാർക്ക് പറ്റൂല. നമ്മളെല്ലാവരും കൂടി ആയാൽ ഓരോ ആൾക്കാർ, ഇപ്പം ഇന്നും ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും, ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞ കൂടെ ഉണ്ടാകാം. ആ പാവം സ്ത്രീ കരഞ്ഞുകൊണ്ട് നിങ്ങളോട് കാര്യം പറയില്ല. 2 മക്കളെയും കൊണ്ട് വന്നിട്ടുണ്ടാകും. നിങ്ങളോട് വീടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് എഴുതി തരില്ല. ഇസ്സത്തോടെ ഇവിടെ വന്നിട്ട് കടന്നു പോകും. പക്ഷേ ആ പെൺകുട്ടിയുടെ വേദന അറിയാൻ നമുക്ക് പറ്റണം, അവൾക്ക് വീടെത്തിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് നമ്മളെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ആ ഒരു ഫിനാൻഷ്യൽ സെഗ്മെന്റ് നമ്മൾ പൂർത്തിയാക്കണം. ഇതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് വേണമെങ്കിൽ അത് കൊടുക്കാൻ നമുക്ക്. നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും സിവിൽ സർവീസിലേക്ക് പോകാനുള്ള റഫറൻസ് സ്കിൽ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ആൾട്ടിക്കൽ റീസണിംഗ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ഈ 4 സ്കില്ലുകൾ ഉണ്ടാവുകയും ആ കുട്ടി എക്സാമിനേഷൻ എഴുതുകയും സിവിൽ സർവീസ് എന്ന് പറയുന്നതിന് റൗസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സിവിൽ സർവീസ് അക്കാഡമിയിലോ പോകാൻ കഴിവില്ലാതെ മാസത്തിൽ 15,000 20,000 രൂപയില്ലാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അനുവാദമില്ലാതെ പറഞ്ഞോട്ടെ, ആ കുട്ടിയെ ദത്തെടുക്കാൻ ഫാമിലി തയ്യാറാണ് എന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇവിടുത്തെ അതിൻ്റെ സാധകരോട് പറയുകയാണ്. അവരേറ്റെടുക്കാൻ തയ്യാറാണ്. പൈസയില്ലാത്ത മക്കളെ പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടും അത് പദ്ധതിയിലുള്ളതാണ്. ഇതേപോലെ വീടില്ലാത്തവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബസംഗമത്തിൽ എന്നോട് ചോദിച്ചു, അവാർഡ് എങ്ങനത്തെവർക്കാണ് കൊടുക്കേണ്ടതെന്ന്. ഞാനൊരു അഭിപ്രായം പറഞ്ഞതാണ് അവനോട്. അതങ്ങനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. അഭിപ്രായം എന്താണെന്നറിയോ? A+കാർക്ക് അവാർഡ് കൊടുത്തോ, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനൊക്കെ കൊടുത്തോ. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ 3 പെൺമക്കളുണ്ടായിട്ട് ആ 3 പെൺമക്കളെ കെട്ടിച്ചയച്ച് കൂലിപ്പണിക്ക് മാത്രം പോയി അങ്ങനെ പ്രയാസപ്പെട്ട് അവസാനത്തെ കുട്ടിയുടെ കല്യാണത്തിൽ പോലും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്താകും പടച്ചോനെ ഇന്ന് വൈകുന്നേരം ആഭരണക്കാരന് പൈസ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് നെഞ്ചിൽ നെരിപ്പോട് തീർത്തിട്ടുള്ള പാവപ്പെട്ട ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ പിതാമഹനെ ആദരിക്കണം. സ്റ്റേജിൽ വെച്ചിട്ട് നല്ല ഉടയാട പോലും മുടുക്കാൻ കല്യാണ ദിവസം മറന്നു പോയ മനുഷ്യന്. അതേപോലെ പൈസ ഉണ്ടായാലും വോട്ട് സമ്പാദിച്ച ആളുകളുടെ ഉമ്മമാരോ ഉപ്പമാരോ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. കാരണം കല്യാണത്തിന് വരുന്ന ഈ കുടുംബ സംഗമത്തിന് പോലും അവർക്ക് വരാൻ പറ്റൂല. കാരണം ഓട്ടിസ്റ്റാണ് അവരുടെ മകൻ. അതുകൊണ്ട് ഇങ്ങനെ ഇളകി മറിയുന്നത് കൊണ്ടും ഹൈപ്പർ ആക്ടിവിറ്റി ആയതുകൊണ്ടും ഈ പരിപാടിക്ക് പോലും വരാത്ത ഒരാളെ വീട്ടിൽ പോയി ആദരിക്കണം നമ്മൾ. അതായിരിക്കണം നമ്മുടെ ആദരത്തിൻ്റെ ഏറ്റവും വലിയ വസ്തുത. പിന്നെ സാധിക്കുമെങ്കിൽ ഈ കുടുംബത്തിലെ പദ്ധതി ചെറുതാണ് ഈ പറയുന്നതൊക്കെ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുടുംബത്തിലേതാ ബസ്സിൽ കയറ്റിയിട്ട് നിങ്ങൾ എന്താക്കണം, ഓരോരുത്തൊന്നും പൈസ ഇല്ലായിട്ടില്ല, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെയാണ്. പക്ഷേ നിങ്ങൾ യാത്ര കൊണ്ടുപോകണം. ബ്രൂണയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഞായറാഴ്ച ദിവസം കട്ടിൽ കിടപ്പിലായ രോഗിയായ പിതാവിനെയും മാതാവിനെയും അവർ ഹോട്ടലിലേക്ക് ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊണ്ടുവരും. ബ്രൂണയിൽ പോയ ആളുകളുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ടിട്ട്. ഞായറാഴ്ച ഹോട്ടലിലൊന്നും സ്ഥലമില്ല. അപ്പം എന്താ സംഭവം? മോം ബുക്ക് ചെയ്യാണ് അവിടുത്തെ ടേബിൾ ഇതൊക്കെ. കാരണം വാപ്പക്ക് വരാണ്ട് വാപ്പ സ്ട്രക്ചറിലാണ് അല്ലെങ്കിൽ വാപ്പ ബെഡിലാണ്. ആ അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് വാരിക്കൊടുക്കും. അല്ലാതെ വാപ്പനൊരിക്കലും വീട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് പോരൂല്ല അവർ. അതുകൊണ്ട് വയസ്സായ ആളുകളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അവരെയും കൊണ്ട് യാത്ര പോകലാണ്, പഴയകാല കഥകൾ കേൾക്കലാണ്, ഉമ്മാമ്മമാരെ ഒരുമിച്ച് കൂട്ടലാണ്, യൂത്തിന് എംപവർമെന്റ് കൊടുക്കലാണ്. യൂത്ത് എംപവർമെന്റ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. യൂത്തിന് നിങ്ങൾ ഇതേപോലെ തന്നെ വയനാട് പോലെയുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ പ്രഖ്യാപിക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ വയനാട്ടിലെ റെസ്ക്യൂവിലേക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഫാമിലിയിൽ നിന്ന് അതിൻ്റെ എല്ലാ ആയോധനകളും പൂർത്തിയാക്കിയ ആളുകൾ 50 പേരെ ഞങ്ങൾ വിട്ടുതരാമെന്ന് പാർട്ടിക്കാർ പറയുന്നത് പോലെ ആ റെസ്ക്യൂവിൻ്റെ പഠനം പഠിച്ചു തീർത്തിട്ടുള്ള ചെറുപ്പക്കാർ ഈ കുടുംബത്തിലുണ്ടായിരിക്കണം. വിദേശത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരോട് ഭാഷ പഠിക്കാനുള്ള പ്രവണതകൾ ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അതിനുവേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടാകണം. ഇവിടുത്തെ സ്ത്രീകളോട് എല്ലാവരും സമ്പന്നരാകണമെന്നില്ല.
നിങ്ങൾ കമ്പ്യൂട്ടർ ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ജോലിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലാപ്ടോപ്പിൽ ഇരുന്ന് കൊണ്ട് ഇന്ന് എന്തായാലും മാസത്തിൽ 25,000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന എത്രയോ ജോലികളുണ്ട്. മെഡിക്കൽ ഫീൽഡിലേക്ക് കയറിയാൽ അതിൻ്റെ കോഡിങ്ങിൻ്റെ ജോലികളുണ്ട്, അതിന് എൻട്രി എന്ന ജോലികളുണ്ട്. ഓരോരോ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റുകൾ അവർ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്. ഇതിനെ പൂർത്തിയാക്കുന്ന എത്രയോ പെൺകുട്ടികളെ എനിക്കറിയാം. 25,000 50,000 ഒക്കെ സാലറി വാങ്ങിക്കുന്നവരെ. നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 മണിക്കൂർ മാറ്റിവെച്ച് ഇത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ പോകുന്നത് 35,000 അല്ലെങ്കിൽ 50,000 രൂപയുടെ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഞാൻ പ്രഖ്യാപിക്കല്ല, എന്നാലും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെ ഒരു പാവം പെൺകുട്ടിക്ക് ഒരു ജോലി കിട്ടി, അവസാനം അവളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ അത് ഈ കുടുംബത്തിൽ നിന്ന് കൊടുക്കാനുള്ള പദ്ധതിയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകണം. അത് സ്ത്രീ ശാക്തീകരണമാണ്. സ്ത്രീകൾ അങ്ങനെ ശാക്തീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ചിലരെ വിചാരം എന്താ, വിപ്ലവകരമായി റോട്ടിലേക്ക് ഇറക്കുകയാണ് കുട്ടികളെന്നൊക്കെ ചിന്തിക്കുന്ന വയസ്സന്മാരുണ്ടാവും. സ്ത്രീ വീട്ടിൽ നിന്ന് തന്നെ ശാക്തീകരിക്കപ്പെടട്ടെ. ഓരോ ഘട്ടത്തിലും ഈരടികൾ പാടുന്ന ഒരു കവയത്രി കൂടിയായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ അടക്കം ചെയ്ത് റൗളയിൽ അടക്കം ചെയ്ത് അനസ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അനസേ നിനക്ക് എങ്ങനെ സാധിച്ചടാ എൻ്റെ പിതാവിൻ്റെ മുകളിൽ അല്പം മണ്ണ് വാരിയിടാനെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല ചോദിച്ചപ്പോൾ അനസ് റളിയല്ലാഹു തആല വിധിയപ്പോ ചരിത്രം നിങ്ങൾ ചോദിക്കിൻ, ഈ ഉലമാക്കളോട് ചോദിച്ചു നോക്കിൻ, അല്ലെങ്കിൽ ചരിത്രം നിങ്ങൾ വായിക്കിൻ. ഫാത്തിമ റളിയല്ലാഹു തആല ആ കരച്ചിൽ കണ്ടിട്ട് ചൊല്ലിയതൊരു കവിതയാണ്. നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഒരു ഈരടിയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിൽ എൻ്റെ ദുഃഖമെങ്ങാനം കൊണ്ടുപോയി ആ സൂര്യനിൽ കൊണ്ടുപോയിട്ടാൽ സൂര്യൻ പോലും കത്തിച്ചാമ്പലാകും, അല്ലെങ്കിൽ കരിഞ്ഞില്ലാതെയായി പോകും. അതാണ് എൻ്റെ ഇന്നത്തെ തീവ്രമായ ദുഃഖമെന്നാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ വളരാന്ന് പറഞ്ഞാൽ തെരുവിലേക്ക് ഇറങ്ങുക എന്നതല്ല നമ്മൾ അർത്ഥം കൊടുക്കുന്നത്. ആ ഒരു ശാക്തീകരണം നിങ്ങൾക്കുണ്ടാകണം. സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ നിങ്ങൾക്ക് പറ്റണം. ചില പെണ്ണുങ്ങളുണ്ട് ഈ ആണിനെങ്ങനെ വശത്താക്കി എളാപ്പാൻ്റെ മോനെ മൂത്താപ്പാൻ്റെ മോനെ ഓല കൂടെയുള്ള യാത്ര, സുഹൃത്തുക്കളെ കൂടെ യാത്ര പോകുമ്പോഴത്തിന് ഇവൾക്ക് പ്രശ്നം. എല്ലാം നമുക്ക് വേണ്ടേ? ഫ്രണ്ട്സ് നമുക്ക് വേണം, ഫാമിലി വേണം, എല്ലാം വേണം. വശത്താക്കി ഞാനും എൻ്റെ കുട്ടിയോളും എൻ്റെ കെട്ടിയോനും എന്നുള്ള രീതിയിലേക്ക് ചുരുക്കി അവനെ അടിമയാക്കി ആ അടിമയുടെ പാവം ഭാര്യയായിട്ട് ജീവിക്കും. അപ്പോൾ ആരുടെ ഭാര്യയാണ്? അടിമയുടെ ഭാര്യയാണ്. എന്നാൽ ചില സ്ത്രീകൾ എന്താ ചെയ്യാന്നറിയോ? ഭർത്താവിനെ എല്ലാറ്റിനും എന്താക്കി സമൂഹത്തിലേക്ക് ഇറക്കി, വിദ്യാഭ്യാസത്തിലേക്ക് ഇറക്കി, കച്ചവടത്തിലേക്ക് ഇറക്കി, സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ആളാക്കി മാറ്റി, മക്കൾ അവരെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടി അവനെ രാജാവാക്കി ആ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് കഴിയും. എങ്ങനെ കഴിയണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? ഭർത്താവിനെ വശത്താക്കി ഒറ്റക്കാക്കിയിട്ട് അതിൻ്റെ അടിമയായിട്ട് കഴിയണോ? അടിമയുടെ അടിമയായിട്ട് കഴിയണോ? അതോ ഭർത്താവിനെ രാജാവാക്കി രാജ്ഞിയായിട്ട് കഴിയണോ? നമ്മൾ തീരുമാനിക്കേണ്ടത് അങ്ങനെയാണ്. യാത്ര പോകുമ്പോൾ നമ്മൾ രാജ്ഞിയായിട്ട് പോകണം. നിങ്ങൾ കുടുംബസമേതം യാത്ര പോയിക്കോ, ഭർത്താവിനൊരു യശസ്സുണ്ടാകണം. നിങ്ങൾ സെൽഫി കുടുംബക്കാർ മാത്രം എടുത്താൽ പോരാ. ഭർത്താവ് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളും ഭാര്യയും മക്കളും നിങ്ങളൊന്നിച്ച് യാത്ര പോകാമെന്ന് വിചാരിക്കുക. കുട്ടികൾ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ അവിടെ ഉണ്ട് നിങ്ങളുടെ ഭർത്താവ്, ഈ കുട്ടിയുടെ പിതാവ്. അപ്പം ആരോ വന്നടയ്ക്ക നിങ്ങളുടെ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സംഭവം ഒരു സെൽഫിയാണ്. ആ സെൽഫി എടുക്കുമ്പോൾ നമ്മുടെ മക്കളുടെ കണ്ണിലേക്കൊന്ന് നോക്കണം നിങ്ങൾ. ഒരു കോൺഫിഡൻസിൻ്റെ തീജ്വാല നിങ്ങൾ കാണും. എൻ്റെ ഉപ്പ ഒരു നല്ല മനുഷ്യനാണ്, അത് ഈ പാവം ഉമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ആളാണ്. നമ്മുടെ കുടുംബത്തിൽ സംഘടനാപരമായി പലതുമുണ്ടാകാം, അതുണ്ടാകാം, ഇതുണ്ടാകാം, ആ സംഘടന ഈ സംഘടന അതൊന്നും ഈ കുടുംബത്തിലേക്ക് ഏശരുത്. നമ്മുടെ കുടുംബത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകും, ലീഗ് ഉണ്ടാകും, കോൺഗ്രസ് ഉണ്ടാകും, ചിലപ്പോൾ മാർക്സിസ്റ്റ് ഉണ്ടാകും, BJPയും ഒരു പക്ഷേ ഉണ്ടാകാം, അറിയില്ല നമുക്ക്. പക്ഷേ അതൊന്നിനെയും നമ്മുടെ ഈ കുടുംബത്തിൻ്റെ സദസ്സിലേക്ക് കൊണ്ടുവരരുത്. കുടുംബത്തിൽ നമ്മൾ ഏകമാണ്, ഒറ്റക്കാണ്, എല്ലാവരും ഒരേ ദിശയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഒന്നിച്ച് നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് താണ്ടാനുണ്ട് എന്ന് കവി പറഞ്ഞതുപോലെ ഈ സമൂഹം അവസാനിക്കുന്നതിന് മുമ്പേ
ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ആ സ്നേഹത്തെ തിരിച്ചു കൊണ്ടുവരിക, അഥവാ ഒരു സുക്കൂനിനെ, ഒരു ശാന്തിയെ തിരിച്ചു കൊണ്ടുവരിക. തിരിച്ച് അമ്മായിമ്മ വീട്ടിലെത്തിയാൽ കൈപ്പിടിച്ച് നടത്തുന്നൊരവസ്ഥയുണ്ടാവുക. എൻ്റെ പ്രിയപ്പെട്ട അമ്മായിമ്മമാരോട് ഈ പാടുന്ന മരുമക്കൾക്ക് നിങ്ങൾ മുത്തം കൊടുത്ത് വളർത്തുക. അമ്മായിമാരും സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നല്ലാതെ ഒരിക്കലും എന്താക്കൂല, മരുമക്കൾക്ക് കൊടുക്കാറില്ല. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാണ് മരുമക്കൾക്ക് മുത്തം കൊടുക്കണം അമ്മായിമ്മ ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഒരു മക്കളും മോളും ഉമ്മയൊക്കെ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് നല്ല ആൾക്കാപ്പം ഉമ്മ കൊടുക്കണത് എനിക്കും കണ്ട് കിട്ടലില്ല എന്നൊക്കെ നിങ്ങൾ പറയും. തിരിച്ചങ്ങോട്ടും കൊടുത്തേക്ക്. കാരണം ഇവർ പാവം സ്ത്രീയാണ്. അമ്മയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തതിന് നിങ്ങളവരെ കുറ്റപ്പെടുത്തല്ലേ. അമ്മിയിൽ അരയുന്നത് പാവം അവളാണ്. അടുപ്പിലൂതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങളവരെ വിമർശിക്കല്ലേ. അടുപ്പിലെ വിറകായി എരിയുന്നത് പാവം അവളാണ്. ഇരുട്ടത്ത് തിരി വെളിച്ചം തന്നില്ലെന്നോതി നിങ്ങളവരെ കുറ്റപ്പെടുത്തല്ലേ. ചിതയിലെ അഗ്നി പോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കത്തിയാളുന്നത് പാവം അവളാണ് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അമ്മായിമ്മമാരോട്, ഉമ്മമാരോട് ഈ മരുമക്കളെ സ്വന്തം മക്കളായി നെഞ്ചിൽ ചേർക്കണേ. മരുമക്കളോട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പൈസയും പ്രതാപവും ഒക്കെ അപ്പുറത്ത് നിൽക്കട്ടെ, എന്നിട്ടുമല്ലേ ഈ അമ്മായിമ്മയെ നെഞ്ചിൽ ചേർക്കാൻ പറ്റണേ. കുടുംബത്തിൽ കലഹങ്ങളില്ലാതെ കാക്കണേ. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ വക്കാണം, ഒരു സെന്റിന് വേണ്ടിയിട്ടുള്ള അങ്ങോട്ടുള്ള വഴക്ക്, ഇതെല്ലാം അവസാനിപ്പിക്കണം. ഇതിവിടെ ഉണ്ടാകില്ല എങ്കിൽ പോലും അതൊന്നുമില്ലാതെ പരിരംഭണം ചെയ്യണം. അതോടൊപ്പം നമ്മൾ ടോപ്പ് റേഞ്ചിലുള്ള കാറും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ അന്ധനായ ആളെ അതിൽ കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരവസ്ഥ കൂടി നമുക്കുണ്ടാകണം. ഒന്നിനും പറ്റാത്ത പാവപ്പെട്ട ആളും നമ്മുടെ റേഞ്ച് റോവറിൽ സഞ്ചരിക്കട്ടെ. അങ്ങനത്തെ സ്നേഹം മാത്രം പുൽകുന്ന, സ്നേഹം മാത്രം പരിരംഭിക്കുന്ന, സ്നേഹം മാത്രമായി നടക്കുന്ന, അതോടൊപ്പം വാല്യൂസ് കീപ്പ് ചെയ്ത് അടുത്ത തലമുറ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഉന്നതമായ കുടുംബമാണ്. ഇനിയും അത് ഉയർന്നു പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഉറങ്ങുന്നതിന് മുമ്പേ ഒരുപാട് തണ്ടാനുണ്ട്. നമ്മളെല്ലാവരും മരിച്ചു പോകുന്നതിന് മുമ്പേ കുറെ ചെയ്തു തീർക്കാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.